മോനെ വേണോ, നീ അങ്ങ് വളർന്നു പോയെന്നോടാ. ഇപ്പോഴാണ് വേണുവിനെ മനസ്സിലായത്. കൊച്ചുനാളിൽ അവന്റെ കയ്യിൽ തൂങ്ങി നടന്നൊക്കെ മറന്നോ? കയ്യിൽ തൂങ്ങിയത് മാത്രമാണോ അമ്മേ? എന്നെ എത്ര മരത്തിൽ കയറ്റി, എത്ര ആമ്പൽക്കുളത്തിൽ ഇറക്കി. ഞാൻ ഓർക്കുന്നു. മോൻ എവിടെ? മധു എഞ്ചിനീയറാ. ഇപ്പൊ കോഴിക്കോട്ടാ ജോലി. വല്ലപ്പോഴൊക്കെ വരൂ. ആഹാ. ഇന്ദു, നീ നാണിച്ച് നിൽക്കുകയാണോ? 10-12 വർഷം കഴിഞ്ഞ് നിന്നെ കാണാൻ വന്നതാ. പണ്ട് പട്ടുകോണ കൊടുത്ത് നടന്ന പെണ്ണാണമ്മേ. ആളാകെ മാറിപ്പോയല്ലേ? ഈ പറയുന്ന ആള് ഇപ്പോഴും കുഞ്ഞായിരിക്കും. മീശയൊക്കെ വെച്ച്. ഈ മീശ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇന്ന് എന്നെ വരച്ചു കളഞ്ഞേക്കാം. ഏതായാലും അത് വേണ്ട. വരും, നമുക്ക് അകത്തോട്ടിരിക്കാം. വാ മോനെ. ശരിക്കും മോനെ. അമ്മോ, എന്താ വച്ചമ്മേ? വേഗം ചായയുടെ. ശരി വച്ചമ്മേ. മോനെ അപ്പു, നീ ആ പാലിങ്ങട്. വേണുണ്ട് അച്ഛൻ അഹമ്മദാബാദിൽ ജോലിയായിരുന്നപ്പോ മരിച്ചു. എന്തായിരുന്നു അസുഖം? അങ്ങനെ വലിയ അസുഖമൊന്നും ഇല്ലായിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് വലതുവശം അങ്ങ് തളർന്നു. പിന്നെ എണീറ്റിട്ടില്ല. മോൻ MA പാസ്സായി ഉദ്യോഗം ഭരിക്കുന്നത് കാണാൻ വലിയ കൊതിയായിരുന്നു. മനുഷ്യന്റെ കാര്യം. ആ മോളെ, ചായ. മോന് ജോലി വല്ലതും ആയോ? ഇല്ല, നാട്ടിലേക്ക് പോരണമെന്ന് അമ്മയ്ക്ക് നിർബന്ധമായിരുന്നു. അതുകൊണ്ട് അവിടെ ജോലിക്കൊന്നും ശ്രമിച്ചില്ല. ആരാ വിരുന്നക്കാര്? അവര് വിരുന്നുകാരൊന്നും അല്ല, വീട്ടുകാരാ. കൊച്ചമ്മയുടെ സ്വന്തക്കാരാന്നോ? ഏയ്, നമ്മുടെ ക്ഷേത്രത്തിന്റെ തെക്കുവശത്തുള്ള കോയിക്കൽ വീടില്ലേ, കുറച്ചാണെങ്കിൽ പൂട്ടിട്ടിരുന്നത്. ആ, അതിന്റെ ഉടമസ്ഥരാ. അവര് കുറച്ചു കാലം അങ്ങ് അഹമ്മദാബാദിലായിരുന്നു. അവിടെ വെച്ച് വേണോട്ടന്റെ അച്ഛൻ മരിച്ചു. അതുകൊണ്ട് ഇപ്പൊ തിരിച്ചു പോന്നതാ. കുഞ്ഞിനെ ഒരു പണ്ടേ അറിയാമോ? അറിയാമോന്നോ? ഞാനും വേണോട്ടനും കൂടി ഒരുമിച്ച് കളിച്ചു വളർന്നതാ. ഇപ്പൊ മീശയൊക്കെ വെച്ചിട്ട് ആളെ തിരിച്ചറിഞ്ഞതേ ഇല്ല. ഇവിടുന്ന് പോയി കഴിഞ്ഞ് കുറെ കാലത്തേക്ക് വേണുവിന് വലിയ വിഷമായിരുന്നു. അതെന്താ? കൂട്ടു പിരിഞ്ഞു പോയില്ലേ? നേരാ. എന്തോ 3-4 ദിവസം ഭയങ്കര കരച്ചിലായിരുന്നു. കുഞ്ഞുങ്ങളുടെ കാര്യമല്ലേ, ഒരാളെ ഇഷ്ടപ്പെട്ട അതങ്ങ് മനസ്സിൽ തറഞ്ഞു കിടക്കും. ചായ കുടിക്കും മോനെ. ഈ വീടെന്ന് വെച്ചു? 3 വർഷമായി. മധുവിന് ജോലി കിട്ടിക്കഴിഞ്ഞ് വെച്ചതാ. പഴയ വീട്ടിന്റെ മുന്നിൽ ഞാനൊരു രാജമല്ലി ചെടി നട്ടിരുന്നല്ലോ. അതിപ്പോഴും അവിടെ തന്നെ നിൽപ്പുണ്ട്. 10-12 വർഷം കഴിഞ്ഞിട്ടും അത് ഇതുവരെ ഉണങ്ങിപ്പോയില്ലേ? ഏയ്, വീട് വെക്കാൻ പോയപ്പോ മധു അത് വെട്ടിക്കളയാൻ ഒരുങ്ങിയതാ. ഈ പെണ്ണ് സമ്മതിച്ചില്ല. അതൊത്തിരി വലുതായോ? പിന്നെ ഒന്ന് കാണുമല്ലോ. മോൾ ഉടച്ചല്ലേ? ഭാർഗവി എന്താ നോക്കുന്നേ? അല്ല, കുഞ്ഞുങ്ങൾ എത്ര പെട്ടെന്നാ വളരുന്നേ. രാജമല്ലി പൂത്തുലഞ്ഞു നിൽക്കുന്നു, ഇന്ദുവിനെ പോലെ. കവിയാണല്ലേ? ആ, ലേശം കവിതാഭ്രമമുണ്ട്. MAയുടെ വിഷയം സാഹിത്യമായിരുന്നു. ഇന്ദു ഏത് ക്ലാസ്സിലായി? BSc എഴുതി. പാസ്സായ തുടർന്ന് പഠിക്കണമെന്നാണ് ചേട്ടൻ പറയുന്നത്. പാസ്സായില്ലെങ്കിൽ കെട്ടിച്ചു വിടുവന്നു. പാസ്സാകാതിരിക്കട്ടെ. ഞാൻ തോക്കാൻ പ്രാർത്ഥിക്കുകയാണോ? കെട്ടിച്ചു വിടാൻ പ്രാർത്ഥിക്കുകയാണ്. ആ, ചേട്ടൻ പണ്ട് ഈ മരത്തിൽ VI എന്ന് കൊത്തിവെച്ചത് ഓർക്കുന്നുണ്ടോ? ഉണ്ട്. നമ്മുടെ പേരിന്റെ ആദ്യത്തെ അക്ഷരങ്ങൾ. അതിപ്പോഴും വാങ്ങി പോയിട്ടില്ല. ദേ, ഞാൻ ആ മാവിലൊരു ഊഞ്ഞാലിട്ടിരുന്നത് എവിടെ? 12 വർഷങ്ങൾക്ക് മുൻപിട്ടിരുന്ന ഊഞ്ഞാൽ അവിടെ കാണുമോ? മനസ്സിലെങ്കിലും കാണണം. മനസ്സിലുണ്ട്. അത് മതി. മനസ്സിലെ പൊട്ടാത്ത ഊഞ്ഞാലിൽ എനിക്കിരുന്ന് ആടാമല്ലോ. പോവാ മോനെ. കൊണ്ടുവന്ന
സാധനങ്ങളൊന്നും അടുക്കിലൂടിയില്ല. എന്തോ അങ്ങോട്ട് വരണേ. പണ്ടായിരുന്നെങ്കിൽ നീ അവിടുന്ന് മാറില്ലായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് വരാം. പോട്ടെ അമ്മേ. എനിക്ക് ആദ്യം കണ്ടിട്ട് മനസ്സിലായേ ഇല്ല മോളെ. 10-12 വർഷമായില്ലേ അമ്മേ അവര് പോയിട്ട്. നിങ്ങളുടെ കളിയും ചിരിയും ഒക്കെ ഇന്നലത്തെ പോലെ ഇരിക്കുന്നു. ഞാൻ വീട്ടിലേക്ക് പോന്നു വെച്ചമ്മേ. ഇന്നെന്താടി നേരത്തെ റേഷൻ കാർഡ് പുതുക്കാൻ കൊടുത്തിട്ടുണ്ട്, അത് മേടിക്കണം. എടാ അപ്പേ നിന്റെ ഉടുപ്പ് എവിടെ? അമ്മ മേടിച്ച് അലക്കിയിട്ടേക്ക്. അത് ഒന്ന് കഴിക്കുകയായിരുന്നു വെച്ചമ്മേ. വട എടി എന്റെ ഷഷ്ടിപൂർത്തിയാ, അത് ജീവിതത്തിൽ ഒരിക്കലേ ഉണ്ടാവും. അത് ആഘോഷമായിട്ട് തന്നെ നടത്തണം. അതിനിപ്പോ എന്ത് വേണമെന്നാ പറയുന്നേ? ക്ഷേത്രത്തിൽ ഉദയാസ്തമന പൂജ, വാഴക്ക് കൊട്ടിലിട്ട് കരയടച്ച് സദ്യ, 4 കൂട്ടം പ്രസവം വേണം. നല്ല കാര്യം. പക്ഷെ അത് നടത്താൻ നമ്മുടെ വല്ലതും ഉണ്ടോ? ഈ വീടും പറമ്പും പണയം എഴുതി 1,000 രൂപ വാങ്ങാം. അച്ഛാ, നമുക്കിനി ആകെ ഉള്ളത് ഈ വീടും പറമ്പുമാണ്. ഇതും കൂടി പണയപ്പെടുത്തിയ നാളെ എങ്ങോട്ട് പോവും? ആദ്യ കാലത്തുണ്ടായിരുന്ന മുഴുവൻ ദീപാവലി കുളിച്ചു. നാളെ ഈ പെങ്കൊച്ചിനെ ആരുടെയെങ്കിലും കൂടെ പറഞ്ഞയക്കാൻ എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടോ? ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛാ. നമ്മളെ കൊണ്ട് ഇന്നാവുന്ന രീതി അത് നടത്തിയാൽ മതി. എന്നാ എങ്ങനെ വേണം നീ തന്നെ പറ. അമ്പലത്തിലൊരു പുഷ്പാഞ്ജലി, വീട്ടിൽ ഉദയാസ്തമനം വായന. വായിക്കുന്നവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? ഞാൻ വായിച്ചോളാം, പോരെ? സ്വന്തക്കാരെങ്കിലും വിളിച്ച് ഒരു കൂടി ചോറ് എടുക്കണ്ടേ മോളെ? അതിന് ചെലവില്ലേ അച്ഛാ. അച്ഛന് നിർബന്ധമാണ് ഏറ്റവും വേണ്ടപ്പെട്ടവരെ വിളിച്ച് ഓരോ പാത്രം കാപ്പി കൊടുക്കാം. സൗകര്യമുള്ളവർ വന്നാ മതി. അച്ഛൻ എന്ത് പറയുന്നു? ഞാൻ എന്ത് പറയാനാ, ഇനി ഒരു ഷഷ്ടിപൂർത്തി ആഘോഷിക്കാൻ ചിലപ്പോ പറ്റിയില്ലെന്ന് വരും. അമ്മേ, മോളോ? കുറച്ചു ദിവസമായി കണ്ടിട്ട്. എവിടെയായിരുന്നു? വീട്ടിൽ നിൽക്കുന്ന വേലക്കാരി കിടപ്പ. അമ്മയ്ക്കാണ് അടുപ്പിലെ തീയുടെ ചൂട് കൊണ്ട ശ്വാസമുട്ടൽ വരും. അപ്പോ അടുക്കള ഭരണമായിരുന്നു പറ. വെക്കാനും വിളമ്പാനും ഒക്കെ നേരത്തെ പഠിക്കുന്നത് നല്ലതാ മോളെ. വേണോട്ടൻ ഇവിടെ ഇല്ലേ? ഞാൻ ഇവിടെ ഉണ്ടേ. ചേട്ടനകത്ത് കയറി അടയിരിക്കണോ? വല്ലപ്പോഴും ഒന്ന് പുറത്തേക്ക് ഇറങ്ങണ്ടേ? എടി കൊച്ചേ, എന്റെ അമ്മ ഒരു ഹാർട്ട് പേഷ്യന്റ് ആണെന്ന് അവരുടെ വിചാരം. അതുകൊണ്ട് അവരെ ഇടം വലം തിരിയാൻ സമ്മതിക്കില്ല. നീ പോരാ അവിടുന്ന്. മോളെ, ഞാൻ ആമതാവാളിലായിരുന്നപ്പോ എനിക്ക് എന്നും അസുഖമായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഒരു ജലദോഷം പോലും വന്നിട്ടില്ല. അത് ഈ പെണ്ണിനെ കണ്ടുകൊണ്ടാണ് അമ്മേ. അവർക്ക് എന്താണ് ഒരു പ്രത്യേകത? ഇവിടെ എന്നും കണ്ടില്ലെങ്കിൽ ഒരു സുഖമില്ലെന്നല്ലേ അമ്മ ഇന്നലെ പറഞ്ഞത്. അമ്മേ, ഇവളെ അമ്മയെ മണിയടിക്കാൻ അവിടെ വരുന്നത്. ചേട്ടാ, എന്നെ എന്തിനാണ് മണി അടിക്കുന്നത്? അമ്മയ്ക്ക് സ്വന്തമായിട്ടുള്ള വല്ലതും അടിച്ചുകൊണ്ട് പോകാനായിരിക്കും. അവള് കൊണ്ടുപോണേ കൊണ്ടുപോയിക്കോട്ടെ. അമ്മയ്ക്ക് എതിരൊന്നുമില്ലല്ലോ. എനിക്കിഷ്ടമാടാ. എങ്കിൽ എന്നും നീ വന്ന് മണി അടിച്ചോ. കളി വെക്കുന്നു ചേട്ടാ. നീ പറഞ്ഞവർക്ക് കാര്യമാടി. വലിയ പടമരിപ്പുകാരനാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ ഒന്നും കണ്ടില്ലല്ലോ. ഇവൻ വരയ്ക്കുന്ന പണം കാണാനാണോ? മനുഷ്യക്കൊലം വല്ലോ ആണോ വരയ്ക്കുന്നത്? കാക്കര വീക്കര ഇരിക്കും. എന്തായാലും ഒന്ന് കാണാമല്ലോ. വരച്ച് തീർന്നിട്ട് കാണിക്കാം. എങ്കിൽ ഞാൻ വരട്ടെ. മോൾ എങ്ങോട്ടാ? അമ്മൂനെ ഒന്ന് കാണണം. നാളെ വരുമോ? വരാമേ. നല്ല മിടുക്കി പെണ്ണ്, പഠിപ്പുണ്ട്, വീട്ടുകാര്യങ്ങളും നോക്കും. അമ്മയുടെ ഭാഗ്യം. നിങ്ങളുടെ കാര്യം ഞാനും മീനാക്ഷിയും കൂടെ കൊച്ചിലേ നിശ്ചയിച്ചതാ. അവരിന്നും അത് മറന്നിട്ടില്ല. നമുക്ക് കഴിയുന്നതും വേഗം അത് നടത്തണം മോനെ. ഇപ്പം വേണ്ടമ്മേ, എനിക്കൊരു ജോലി കിട്ടിയിട്ട് അതിനെപ്പറ്റി ആലോചിച്ചാൽ മതി. കുളിരും കിടുകിടുപ്പും സാരമില്ല കുഞ്ഞ്. നെഞ്ചു വേദനയാ സഹിക്കാൻ വയ്യാത്തത്. ചൂട് പിടിക്കുന്നുണ്ടോ? സർപ്പം തൈലം പെരട്ടി ഇന്നും 2 തവണ പിടിച്ചു. പനി എങ്ങനെ ഇരിക്കുന്നു? ഒരു കള്ള പനിയാ. വിട്ടുവിട്ട അവന്റെ വരവ്. ആശുപത്രിയിൽ പോയി പരിശോധിപ്പിച്ച് എന്തെങ്കിലും മരുന്ന് വാങ്ങി കുടിക്കുന്നതാ നല്ലത്. എന്റെ പൊന്നു കുഞ്ഞ്, അവിടെ ചെന്ന അവരവിടെ കിടക്കാൻ പറയും. നരകത്തിൽ കിടന്നാലും എനിക്ക് ആശുപത്രി കിടക്കാൻ മേല കുഞ്ഞ്. ആശുപത്രി പോകാൻ പേടിയാണെന്ന് പറഞ്ഞാൽ പറ്റുമോ? സൂക്കയുടെ ഭേദമാകണ്ടേ? നല്ല നെഞ്ചുവേദന ഉണ്ടമ്മേ. ന്യൂമോണിയാണോന്നാ എന്റെ സംശയം. നാളെ ഞാനൊന്ന് പോയി നോക്കട്ടെ. മോളെ, ആ അപ്പുന്റെ കയ്യിൽ കാലത്തെ കമ്പിളി പതുപ്പൊന്ന് കൊടുത്തയക്ക്. തണുപ്പടിക്കുന്നത് നല്ലതല്ല. അമ്മേ, ചേട്ടൻ വരുന്നു. അമ്മേ, മോൻ കഴിഞ്ഞ ആഴ്ച എന്തേ വരാഞ്ഞ്? ഇത്തിരി ജോലി കൂടുതലുണ്ടായിരുന്നമ്മേ. നീ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോടാ. നല്ല ക്ഷീണ. ചേട്ടൻ വണ്ണം വെച്ച് കടയിൽ കത്തിനെ പോലെയായി. കണ്ണു വെക്കാതെ എന്റെ മോനെ. തൊടടി, എടി തൊടാൻ. തൊട്ടിരിക്കുന്നു.
ആ ഞാൻ എന്നും എക്സസൈസ് ചെയ്യുന്നു. എക്സർസൈസ് മാത്രം ചെയ്താ പോരാ, ചാപ്പാടും കുറയ്ക്കണം. അങ്ങനെ പട്ടിണി കിടത്തിയൊന്നും എന്റെ മോന്റെ തടി ഇപ്പൊ കുറപ്പിക്കണ്ട. എനിക്കൊരു നൈറ്റ് വാങ്ങിച്ചിരിക്കുന്നു, നല്ല ചേട്ടൻ. നല്ല രസമായിരിക്കുന്നു അല്ലേമ്മേ? നീ ഇനി കൊണ്ടുവന്നിട്ടോണ്ട് നടക്കണ്ട, കൊച്ചു കുഞ്ഞാന്നോ? എന്നാലേ ഇത് അമ്മയ്ക്ക് തന്നേക്കാം. അമ്മ ഇത് ഇട്ടോണ്ട് നടന്നാലേ കോഴച്ചക്കയ്ക്ക് കുപ്പായം ഇട്ട പോലെ ഇരിക്കും. രാത്രിയിൽ ഉറങ്ങാൻ നേരത്ത് മാത്രം എടുത്ത വേഷാണമ്മേ ഇത്. പേര് നൈറ്റി. ആ എന്നാ കൊള്ളാം, നല്ല അടക്കം ഒതുക്കം കാണും. അമ്മേ, അമ്മയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട് മുണ്ടും നേരിയതും. ചേട്ടാ സാരിയല്ലേ? വാങ്ങിയിട്ടില്ല. അതെന്തേ? നിനക്കിഷ്ടപ്പെട്ടത് നീ തന്നെ സെലക്ട് ചെയ്യട്ടെന്ന് വിചാരിച്ചു. നമുക്ക് രണ്ടുപേരും കൂടെ നാളെ പോയി എടുക്കാവിടെ. മോനെ, വേഗം ഡ്രസ് മാറി കുളിക്ക്. യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, ആഹാരം കഴിച്ച് നേരത്തെ കിടക്കാം. ശരിയമ്മേ. കൊറേ നാളായി മോനെ കണ്ട സന്തോഷം കൊണ്ട് അമ്മയ്ക്കൊന്ന് ഉറക്കം വരില്ല. പോടി തന്നെ. ചേട്ടാ കാപ്പി. ആ സതി ചേച്ചി, ചേച്ചി ഇങ്ങോട്ടുള്ള വഴിയൊക്കെ മറന്നു അല്ലേ? എന്തുണ്ട് മോളെ വിശേഷം? അച്ഛന്റെ ഷഷ്ടിപൂർത്തിയാണ്. ആഹാ, സദ്യയൊക്കെ ഉണ്ടോ? ഒന്നുമില്ല, ഉദയാസ്തമനം വായനയുണ്ട്. അപ്പച്ചി മധുവെട്ടനും ഇന്ദുവും വരണം. അച്ഛൻ പറഞ്ഞു വെച്ചതാ. ചേച്ചി വന്ന ചേട്ടൻ കണ്ടില്ലേ? എനിക്ക് കാഴ്ചക്കുറവൊന്നുമില്ല. ചേച്ചി ചേട്ടനോട് പറ. ചെല്ലു മോളെ. ചേട്ടാ. എന്താ? അച്ഛന്റെ ഷഷ്ടിപൂർത്തിക്ക് മധുവട്ടം വരണം. വലിയ ആൾക്കാരുടെ വീട്ടിലേക്ക് പാവപ്പെട്ട് ഞാനെന്തിന് വരണം? എനിക്കതിനുള്ള അന്തസ്സില്ലല്ലോ. പോകുന്നപ്പച്ചി. മോളെ, മധു പറഞ്ഞതൊന്നും നീ കാര്യമാക്കണ്ട. അവന്റെ പ്രകൃതം നിനക്കറിയില്ലേ? ചേട്ടന്റെ മുറപ്പെണ്ണ് കരഞ്ഞോണ്ടാണ് പോയത്. എന്നാ നിനക്കാ കണ്ണീര് തുടച്ചു നോക്കായിരുന്നല്ലോ. എടാ, പണ്ട് നിന്റെ അമ്മാവൻ എന്തെങ്കിലും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തെന്ന് വെച്ച് അവൾ എന്ത് പഠിച്ചു? ആ ദുഷ്ടന്റെ സന്തതിയല്ലേ അമ്മ അവളും? ചേച്ചി പാവമാ ചേട്ടാ. അമ്മാവൻ നമുക്കെതിരായി പറഞ്ഞിട്ടുള്ളപ്പോഴൊക്കെ ചേച്ചി എന്തുമാത്രം കരഞ്ഞിട്ടുണ്ടെന്നോ? അവളുടെ കരച്ചിലുകൊണ്ടേ എനിക്കൊരു നേട്ടം ഉണ്ടായിട്ടില്ലേ. അച്ഛൻ മരിച്ചതിന് ശേഷം എന്നെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാതെ അമ്മ വിഷമിച്ചു ഓർക്കുന്നുണ്ടോ? അന്ന് അമ്മാവന്റെ പ്രതാപകാലമായിരുന്നു. എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടിയപ്പോ അന്ന് അമ്മ പറഞ്ഞതനുസരിച്ച് തോട്ടത്തിൽ പോയി ഞാൻ അമ്മാവനെ കണ്ടു. അന്ന് അമ്മാവൻ പറഞ്ഞെന്തോന്നറിയാമോ? നീ എന്താ പഠിച്ച് മത്സ്യ ഉദ്യോഗത്തിന് പോകുന്നു? എടാ, കൊക്കിൽ ഒതുങ്ങുന്നത് കൊത്താവും. ഇവിടെ പോപ്പരെ കണക്കിന് ഒരാൾ വേണം. മാസം 100 എന്തെങ്കിലും തന്നേക്കാം. നാളെ പോലെ വന്ന് നിന്നു. അമ്മാവാ, എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ കിട്ടിയിട്ട് അതിന് പഠിക്കാൻ നിന്റെ കാശുണ്ടോ? അമ്മാവാ, നിന്റെ തന്ത ഒന്നും സമ്പാദിച്ച് എന്റെ തന്നിട്ടില്ല. ഞാൻ ഉണ്ടാക്കുന്നത് എന്റെ മക്കൾക്ക് വേണ്ടിയാ. പറയുന്ന പോലെ ചെയ്യാൻ ഒഴുക്കമാണെങ്കിൽ നാളെ പോലെ ജോലിക്കുക. അല്ല നീ നിന്റെ പോക്കിന് പോകും. ഞാനതൊന്നും മറന്നിട്ടില്ല, മറക്കുകയില്ലമ്മേ. പണ്ടത്തെ പ്രതാപമൊക്കെ പോയപ്പോ മോളെ പറഞ്ഞയച്ചിരിക്കുന്നു ക്ഷണിക്കാൻ. ചേട്ടൻ ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഞാൻ സവിച്ചേച്ചി വിളിച്ചോണ്ട് വരും, എന്റെ നാട്ടിനായിട്ട്. എന്റെ പെങ്ങള് അതിനാശിക്കണ്ട. ആ നീ പോയി ഡ്രസ് മാറിട്ട് വാ, സാരി വാങ്ങിക്കാൻ പോണം. ഇതിനെന്താ വില? 250. ചേട്ടാ, ഇത് കൊള്ളാമോ? നിനക്ക് ഇഷ്ടമുള്ള എടുത്തോടി. ഇത് മതി. ഗുഡ് മോർണിംഗ്. മധു, സാർ ഇവിടെ? ഞാൻ കുഞ്ഞപ്പന്റെ വെബ്സൈറ്റിൽ ഒരു ഇൻസ്പെക്ഷൻ പോയിട്ട് വരികയാണ്. ഇത് എന്റെ സഹോദരിയാണ്. നമസ്കാരം. എന്റെ ബോസാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മിസ്റ്റർ ചന്ദ്രൻ. ആങ്ങളെയും പെങ്ങളും കൂടെ പർച്ചേസിന് ഇറങ്ങിയതായിരിക്കും. ഇവൾക്ക് കുറച്ച് തുണി എടുക്കണമായിരുന്നു. ഇനി എങ്ങോട്ട്? ഇവൾക്ക് ഒരു സിനിമ കാണണമെന്ന് പറഞ്ഞു.
അതിനു മുമ്പ് ഒരു കപ്പ് കാപ്പ് കുടിക്കാമെന്ന് കരുതി. ഞാനും അങ്ങനെ ഒരു പ്ലാൻ ഇട്ടിരിക്കുക. നമുക്ക് ഒരുമിച്ച് പോവാം. സാറേ, എന്നാ ഞാനൊരു ആട്ടോ പിടിച്ച് പൊക്കോളാം. എനിക്ക് സൈറ്റിൽ കുറച്ച് ഗ്രാവൽ ഇറക്കാനുണ്ട്. ശരി, അപ്പോ നമുക്കൊരു കപ്പ് കാപ്പി കുടിക്കും. ശരി, കമാൺ. എന്താ പേര്? എന്തു പഠിക്കുന്നുണ്ടോ? മ്യൂസിക് എഴുതിയിട്ടിരിക്കാം. ക്ലാസ് കിട്ടുമോ? ക്ലാസ് കിട്ടിയില്ലെങ്കിലേ ഞാനുള്ള നാട് കിടത്തും. സിനിമാ ഭ്രാന്തിയാണല്ലേ? ചായ കുടിക്കും. മോനെ, പൊടിയിരിക്കങ്ങിയാ, വഴി കളയാതെ സൂക്ഷിച്ചു കൊണ്ടുപോകണം. ശരിയല്ലേ? അവളോട് എഴുന്നേക്കാൻ നടക്കുമെന്ന് ചേരുന്ന് പ്രത്യേകം പറയണം കേട്ടോ. ആ വലിയ തെങ്ങിനിട്. എന്താമ്മേ മരാമത്ത് പണി? തെങ്ങിൽ ഇതിൽ ചരലിടിക്കുക. മോൾ അമ്പലത്തിൽ പോയിട്ട് വരിക? അതെ അമ്മേ, ഇതാ പ്രസാദം. വേണോട്ടും വന്നോ? ദാ ഇപ്പൊ ഒന്ന് കയറിയതേ ഉള്ളൂ. മോൾ ആത്തേക്ക് എന്നിട്ട് പോ. അല്ല, ഇതാ ഇന്ദു മതിയോ? മുഖത്തെന്താ വെച്ചേ മഴക്കാറ്? വേണോട്ടും പോയിട്ട് എത്ര ദിവസമായെന്ന് അറിയോ? വന്നിട്ട് എന്റെ വീട്ടിലേക്ക് വരാഞ്ഞത്? എന്റെ കൊച്ചെ, ഞാൻ ഇങ്ങോട്ട് വന്ന് ഷർട്ട് അയച്ചിരുന്ന നേരമേ ആയിട്ടുള്ളൂ. ഒന്ന് കുളിച്ച് സുന്ദരനായിട്ട് അങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചതാണ്. നിന്റെ ദേഹത്ത് വേർപ്പ് പറ്റിക്കൂടല്ലോ. അതെ, എന്താ ഇത്രയും താമസിച്ചത്? ഇന്റർവ്യൂവിന് എന്റെ ചില സ്നേഹിതന്മാർ വന്നിരുന്നു. അവർ നിർബന്ധിച്ചുകൊണ്ട് 2 ദിവസം കൂടെ തങ്ങി. ജോലി കിട്ടോ? ഐ തിങ്ക് സോ. കിട്ടിയാൽ നാളെ ഒരു കോളേജ് വാദ്യാണ്. പ്രൊഫസർ വേണുകുമാർ എം.എ. പ്രൊഫസർ പദവിയെല്ലാം വയസ്സായാലേ കിട്ടുള്ളടി കൊച്ചേ. ആ, എന്റെ പഠനച്ചു തീർന്നോ? ഇല്ലല്ലോ. അതെന്താ? ദേ നോക്ക്. എന്റെ മനസ്സ് മുഴുവൻ നീ നിറഞ്ഞു നിൽക്കുകയാണ്. എത്ര വരച്ചിട്ടും നിന്റെ രൂപം ശരിയാകുന്നില്ല എന്നൊരു തോന്നൽ. ആ ചുണ്ടാണ് ശരിയാകാത്തത്. അതിനിപ്പോ എന്ത് ചെയ്യും? ഒരു വഴിയുണ്ട്. എന്താ? ഈ ചുണ്ടുകൊണ്ട് കവളിലൊരു ചുംബനം തരണം. അതങ്ങ് മനസ്സിലിരിക്കട്ടെ. എന്നാലേ പടം പൂർത്തിയാകളോട് വെച്ച്. എനിക്ക് നാണം വരട്ടാ. നാണാവുന്നെങ്കിലേ കണ്ണടച്ചോണ്ട് തന്നാ മതി. കണ്ണടച്ചു. തിരിഞ്ഞു. കച്ചിക്കോ? അമ്മേ, ഞാൻ പോകുന്നു. വേണോ എവിടെ? എന്താണമ്മേ? നേരം വൈകി വരുന്നു. നീ അവളെ വീട്ടിൽ കൊണ്ടു വിട്ടിട്ട് വാ. തനിച്ച് വന്ന ആള് തനിച്ച് പൊയ്ക്കോളൂ. കൊണ്ടുവന്ന് വിട്ടിട്ട് വരാനാ പറഞ്ഞത്. എനിക്കിപ്പോ സൗകര്യപ്പെടില്ല. ഞാൻ പൊയ്ക്കോളാം അമ്മേ. അങ്ങനെ പണങ്ങി പോകാതെ വെച്ചേ. കൂടെ ചെല്ലു മോനെ. ഇന്ദു, ഞാൻ അമ്മയെ ഇളക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ? നീ അതങ്ങ് വിശ്വസിച്ചോ? മണ്ടി. ഇന്ദു, ഈ താമരക്കുളം നീ ഓർക്കുന്നുണ്ടോ? കൊച്ചുനാളിൽ എത്ര തവണ നമ്മൾ ഈ കരയിൽ വന്നിരുന്നിട്ടുണ്ട്. എത്ര തവണ ഈ കുളത്തിൽ ചാടി ഞാൻ നിനക്ക് താമരപ്പൂ പറിച്ചു തന്നിട്ടുണ്ട്. അതെ ചേട്ടാ, എത്ര സന്തോഷം നിറഞ്ഞ കാലമായിരുന്നു അത്. ഇന്നിവിടെ നിന്റെ അടുത്ത് നിൽക്കുമ്പോ ഞാൻ എന്നെ തന്നെ മറന്നു പോകുന്നു. ഈ സ്വർഗീയാനുഭൂതി ഒരിക്കലും മായാതിരുന്നെങ്കിൽ. എന്നന്തരംഗത്തിൻ നീരദവാടിയിൽ ഇന്ദ്രധനുസായി വിടർന്നവൾ നീ. എൻ രാഗചിന്ത തൻ അഞ്ജന പൊയ്കയിൽ നാളികമായി വിരിഞ്ഞവൾ നീ.
എന്നന്തരംഗത്തിൻ നീരതവാടിയിൽ ഇന്ദ്രധനുസായി വിടർന്നവൾ നീ എൻ രാഗചിന്ത തൻ അഞ്ജന പൊയ്കയിൽ നാളികമായി വിരിഞ്ഞവൾ നീ എന്നന്തരംഗത്തിൻ നീരതവാടിയിൽ ഇന്ദ്രധനുസായി വിടർന്നവൾ നീ എന്നന്തരംഗത്തിൻ നീരതവാടിയിൽ ഇന്ദ്രധനുസായി വിടർന്നവൾ നീ കർണികാരങ്ങൾ തൻ പൊൻകുട ചൂടിയ ഹരിത തടങ്ങളിലൂടെ കർണികാരങ്ങൾ തൻ പൊൻകുട ചൂടിയ ഹരിത തടങ്ങളിലൂടെ ബാല്യസ്മരണ തൻ രോമാഞ്ചമായി വന്നു ഞാൻ എൻ്റെ ദേവിയെ നോക്കി നിൽക്കൂ ഞാൻ എൻ്റെ ദേവിയെ നോക്കി നിൽക്കൂ എന്നന്തരംഗത്തിൻ നീരതവാടിയിൽ ഇന്ദ്രധനുസിൻ നിറലയങ്ങൾ എൻ രാഗചിന്ത തൻ അഞ്ജന പൊയ്കയിൽ നാളികമായി വിരിഞ്ഞവൾ നീ എന്നന്തരംഗത്തിൻ നീരതവാടിയിൽ ഇന്ദ്രധനുസിൻ നിറലയങ്ങൾ മോളെ, മധുവിന്റെ ഒരു എഴുത്ത് വന്നിട്ടുണ്ട്. എന്താണ് വിശേഷം? ചേട്ടൻ അസുഖം വല്ലതുമാണോ? അസുഖമൊന്നുമില്ല. പിന്നെ ദാ നീ തന്നെ വായിച്ചു നോക്ക്. പ്രിയമുള്ള അമ്മയ്ക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യം അറിയിക്കാനാണ് ഈ കത്തെഴുതുന്നത്. ഇന്ദുവും ഞാനും അന്ന് യാദൃച്ഛികമായി എന്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ കണ്ട കാര്യം പറഞ്ഞിരുന്നല്ലോ. അദ്ദേഹത്തിന് ഇന്ദുവിനെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിരുന്നു. വലിയ തറവാട്ടുകാർ, വൻപിച്ച ഭൂസ്വത്തും. ഇത്രയും നല്ലൊരു വിവാഹം ഇന്ദുവിന് വേറെ കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഉറപ്പിക്കാൻ പോവുകയാണ്. ബാക്കി കാര്യങ്ങൾ ഞാൻ ശനിയാഴ്ച വന്നിട്ട് നേരിൽ പറയാം. എന്നും മകൻ മധു. മോള് സങ്കടപ്പെടല്ല. വേണു നിന്നെ വിവാഹം കഴിക്കണമെന്നാണ് എന്റെയും ആഗ്രഹം. നിങ്ങളുടെ ചെറുപ്പത്തിൽ ഞാനും ഭാർഗവിയമ്മയും അത് കൂടെ കൂടെ പറയുമായിരുന്നു. ഇപ്പൊ വന്നതിന് ശേഷവും അവരാ കാര്യം എന്നോട് പറഞ്ഞു. ഞാൻ സമ്മതവും മൂളിയിട്ടുണ്ട്. ചേട്ടൻ നിനക്കിഷ്ടപ്പെടാത്തതൊന്നും അവൻ ചെയ്യില്ല മോളെ. ഏതായാലും അവൻ ശനിയാഴ്ച വരട്ടെ. അമ്മ അവനോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ ശരിയാക്കാം.
മോള് സാരി മാറിയിട്ട് വാ, ആഹാരം കഴിക്കാം. വാ. ഉം? ഈ തിണ്ണെ വന്ന് കിടന്ന് തണുപ്പടിച്ചത് കൊണ്ടല്ലേ നെഞ്ചുവേദന കൂടിയത്? അകത്ത് കിടന്നിട്ട് ശ്വാസം മുട്ടുന്ന പോലെ തോന്നിയിട്ടാ കൊച്ചമ്മേ ഞാൻ തിണ്ണെ വന്ന് കിടന്നത്. ഏതായാലും ഇനി ഇങ്ങനെ കിടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഞാനൊരു വണ്ടി വിളിപ്പിക്കാം, നമുക്ക് ആശുപത്രിയിലേക്ക് പോകാം. വേണ്ട കൊച്ചമ്മേ, 2 ദിവസം കഴിയുമ്പം ഇത് കുറയും. കുറേന്ന് പറഞ്ഞിട്ട് ദിവസം എത്രയായി? നീ ആകെ വശം കെട്ടല്ലോടി. എന്ത് വന്നാലും എന്നെ നോക്കാൻ എന്റെ പൊന്നു കൊച്ചമ്മയുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനു പേടിക്കണം? നീ എന്താ ഇങ്ങനെ നിയന്ത്രണമല്ലാതായി തീരുന്നത്? ചേട്ടനെ കൂടാതെ എനിക്ക് ജീവിക്കാൻ വയ്യ. നിന്നെ കൂടാതെ ഞാനും ജീവിക്കില്ല. എന്നാ നമുക്ക് ഇവിടെ ഒന്നും പോവാം, എങ്ങോട്ടെങ്കിലും പോവാം. അത് ശരിയല്ല എന്തു. ഞാൻ നിന്നെ മോഷ്ടിച്ചുകൊണ്ട് പോയെന്ന് നാളെ മനുഷ്യർ പറയുന്നത് എനിക്കിഷ്ടമല്ല. ചേട്ടൻ എന്റെ വിവാഹത്തിന്റെ തീയതി നിശ്ചയിച്ചെന്ന് അറിയില്ലേ? നിശ്ചയിച്ചതല്ലേ ഉള്ളൂ, നടന്നില്ലല്ലോ. ഞാൻ നാളെ തന്നെ മധുവേട്ടനെ കാണാം, നമ്മൾ തമ്മിലുള്ള ബന്ധത്തെ പറ്റി പറയാം. ചേട്ടൻ സമ്മതിച്ചില്ലെങ്കിലോ? 4 ആളുകളെയും കൂട്ടി ഒരു ദിവസം പകൽ ഈ വീട്ടിൽ വന്ന് മാന്യമായ രീതിയിൽ പെണ്ണ് ചോദിക്കും. അതിന് ചേട്ടൻ വഴങ്ങിയില്ലെങ്കിലോ? ഈ മുറ്റത്തിറങ്ങി നിന്നുകൊണ്ട് ഞാൻ ഇന്ദുവെന്ന് വിളിക്കും. നീ ഇറങ്ങി വരുമോ? തീർച്ചയായും. എന്നാൽ ഈ കരച്ചിലും പിഴിച്ചിലും ഒക്കെ നിർത്തി ധൈര്യമായിരിക്കും. എനിക്ക് സമാധാനമായി ചേട്ട, സമാധാനമായി. അമ്മേ, വരുന്നു മോനെ. നിങ്ങളുടെ അമ്മയുടെയും മകളെ സൗഹൃദത്തോടെ സ്വർണ്ണക്കടയും ജോലിക്കടയും തുറന്നിരിക്കത്തില്ല. ഇത് വേഗം വാ. എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ ഞാൻ ഒരുത്തനല്ലേ ഉള്ളു. ഇന്ദു എവിടെ? അവള് വരുന്നില്ലെന്ന് പറഞ്ഞു. അവളുടെ കല്യാണ സാരി ആഭരണങ്ങൾ എടുക്കാൻ അവളില്ലാതെ എങ്ങനെയാണ് അമ്മേ? നീ നോക്കിയെടുത്താ മതിയെന്ന് പറഞ്ഞു. അത് പോരാ. ഇന്ദു, ഇന്ദു, നീ ഒരുങ്ങിയില്ലേ ഇതുവരെ? ആ വേഗം പോയി കിട്ടോ. ഞാൻ വരുന്നില്ല ഏട്ടാ. കാര്യം? എനിക്ക് നല്ല സുഖമില്ല, യാത്ര ചെയ്തൂടാ. അവക്ക് യാത്ര ചെയ്യാൻ വയ്യാഞ്ഞിട്ടാണ് മോനെ. നമുക്ക് പോകാം. ശരി, അമ്മ വരൂ. എന്താ കുഞ്ഞ്? ഈ വീട്ടിലുള്ളവരൊക്കെ എവിടെ? അവരിവിടുന്ന് പോയല്ലോ. എങ്ങോട്ട്? എനിക്കറിയില്ല. വീട് കൂട്ടി താക്കോൽ എന്റെ വീട്ടിൽ കൊടുത്തച്ചാ പോയത്. ഞാൻ സ്ഥലത്തില്ലായിരുന്നു. വീട്ടിലൊന്നും പറഞ്ഞില്ലേ? ഈ വീടും പറമ്പും വാങ്ങാൻ ആളുണ്ടോന്ന് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്.
വേണേട്ടാ, നമുക്കൊന്നിക്കാൻ കഴിയാത്ത എന്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കുന്നു. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അന്ന് വീണ്ടും നമുക്ക് കാണാം. നീ ഭ്രാന്ത് കാണിക്കരുത്. അനിയത്തി, നിന്റെ നന്മയ്ക്ക് വേണ്ടി ജീവിക്കുന്നവനാണ്ടി ഞാൻ. ഇന്ന് നീ ആത്മഹത്യ ചെയ്താൽ നാളെ നിന്റെ ചിതക്കരിയിൽ എന്റെ ചിത എരിയുമടി. നിന്റെ പേരെന്താടാ? അപ്പു. എടാ അപ്പുവേ, സതിയെ വിളിച്ചോണ്ട് ആരാ പറഞ്ഞയച്ചത്? അമ്മയാ. മധു ഓടില്ലേ? ഉണ്ട്. ഞാൻ പോയിച്ചു വരാം അമ്മേ. വേഗം ചെല്ലുമോളെ. എന്തിനായിരിക്കും അവളെ എത്ര അത്യാവശ്യമായിട്ട് വിളിപ്പിച്ചത്? എടീ മധു അവിടെ മുറച്ചെടുക്കണല്ലേ, കല്യാണം ആലോചിക്കാനായിരിക്കും. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങിയേര്. അതെന്താ? മധു പഠിച്ചു നടന്ന കാലത്ത് എത്ര തവണ നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ട്. എന്തെങ്കിലും ഒരു സഹായം നിങ്ങൾ അവന് ചെയ്തിട്ടുണ്ടോ? എടീ അന്ന് അവൻ പഠിച്ച് എഞ്ചിനീയർ ആവുന്ന ആര് വിചാരിച്ചു? അതറിയായിരുന്നു ഞാൻ തോളം വെച്ച് നടക്കില്ലായിരുന്നു. എന്നെ എന്തിനാ വരാൻ പറഞ്ഞയച്ചത്? അതോ, നീ അമ്മയെടുത്തേക്കില്ലേ? ആ സമയത്ത് അവൻ ചെന്ന് കണ്ടില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്റെ മോൾ? ഈശ്വരൻ അങ്ങനെയൊന്നും വരുത്തൂല അപ്പച്ചി. ഇന്ദു ഇവിടെ മുറിയിലുണ്ട്. മോളെ, ഇനി അവിവേകം ഒന്നും കാണിക്കരുതെന്ന് അവളോട് പറയണം. ആ ചെറുക്കൻ തീ തിന്ന് നടക്കുക. എന്റെ വേദന ചേട്ടൻ മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഞാൻ പിന്നെ എന്ത് ചെയ്യണം ചേച്ചി? അമ്മ പറഞ്ഞിട്ടും ചേട്ടൻ സമ്മതിക്കുന്നില്ല. പിന്നെ ഞാൻ നിന്റെ ദുഃഖം കാണാനല്ല വന്നത്. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്റെ ദുഃഖത്തിന് അവസാനം ഉണ്ടായില്ല. പെണ്ണായി ജനിച്ചു പോയാൽ കുറെ ദുഃഖം അനുഭവിക്കേണ്ടി വരും. സ്നേഹിച്ച പുരുഷനെ കിട്ടാതെ വരുന്നവരൊക്കെ ആത്മഹത്യ ചെയ്യാണോ പതിവ്? എങ്കിൽ ഞാൻ എന്നെ ആത്മഹത്യ ചെയ്യേണ്ടതായിരുന്നു. ചേച്ചി എന്താണ് ഈ പറയുന്നത്? മധുവേട്ടൻ നിശ്ചയിച്ചിരിക്കുന്ന വിവാഹത്തിന് നീ സമ്മതിക്കണം. അപ്പൊ വേണേട്ടൻ നീ മറക്കണം. ചേച്ചി, നിന്റെ ചേട്ടൻ നിനക്കൊരിക്കലും ദോഷം വരണമെന്ന് ആഗ്രഹിക്കില്ല. നീ മറ്റൊരാളെ സ്നേഹിച്ചിരുന്ന വിവരം അറിയാതെ നിന്റെ ചേട്ടൻ നിന്റെ വിവാഹം ഉറപ്പിച്ചു. ക്ഷണിക്കേണ്ടവരെല്ലാം ക്ഷണിച്ചു. വിവാഹം അടുത്തപ്പോൾ നീ ആത്മഹത്യ ചെയ്താലോ, വീട് വിട്ടിറങ്ങിപ്പോയാലോ പിന്നെ നിന്റെ ചേട്ടൻ ജീവിച്ചിരിക്കുമോ? മധുവേട്ടനെ പോലെ ആത്മാഭിമാനമുള്ള ഒരു വ്യക്തിയും പിന്നെ ജീവിച്ചിരിക്കില്ല. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് ചേച്ചി പറയുന്നത്? മധുവേട്ടൻ പറയുന്നത് അനുസരിക്കൂ. ഈ കുടുംബത്തിന് വേണ്ടി നീ വേണുവിനെ മറക്കണം. ഒരു സ്ത്രീ എന്ന നിലയിൽ അത് നിന്റെ കടമയാണ്. ഇന്ദു, നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് സതി ഇതൊക്കെ പറയുന്നത്. നീയെ തള്ളിക്കളയരുത്.
സ്നേഹിക്കുന്നവരെയൊക്കെ കണ്ണീര് കുടിപ്പിക്കാൻ ചേട്ടന് ഒരു വിഷമമില്ലല്ലോ. എന്റെ കാര്യം പോട്ടെ, ചേട്ടനെ ഓർത്ത് സവിച്ചേച്ചി എന്തുമാത്രം കണ്ണീര് കുടിക്കുന്നുണ്ടെന്നറിയാമോ? അറിയാം എന്തു. ഇനിയെങ്കിലും ചേട്ടൻ ഈ പാവത്തിനെ വേദനിപ്പിക്കാതിരുന്നൂടെ? എന്റെ തെറ്റ് ഞാൻ തിരുത്തുന്നു. നിന്റെ ആഗ്രഹം ഞാൻ അനുസരിക്കാം. സതിക്ക് ഇഷ്ടമാണെങ്കിൽ അവളെ ഞാൻ വിവാഹം കഴിക്കും. ചേച്ചി, എന്റെ ദുഃഖം എനിക്ക് വിധിച്ചിരിക്കുന്നതാണ്. ഞാനത് സഹിച്ചോളാം. ചേച്ചി ഇതിലും രക്ഷപ്പെട്ടല്ലോ. ചേട്ടാ, ഞാനിനി വീട്ടിലേക്ക് പൊയ്ക്കോട്ടെ? ഇന്ദു, അവൾ കാപ്പി കുടിക്കുന്നു. നീ വന്ന് സംസാരിച്ചപ്പോഴാണ് അവളുടെ മുഖം തെളിഞ്ഞത്. ആട്ടെ, അവളുടെ വിവാഹം കഴിഞ്ഞ് നിനക്ക് പോയാ പോരെ? ഞാൻ വീട്ടിലൊന്നും പറയാതെ പോകുന്നത്. അമ്മാവനോടും അമ്മായിയോടും ഞാൻ പറഞ്ഞോളാം. ഏതായാലും അവരെ കല്യാണത്തിന് ക്ഷണിക്കാൻ പോണം. അക്കൂട്ടത്തിൽ വിവരവും പറഞ്ഞ് നിന്റെ ഡ്രസ്സ് കൊടുത്തോണ്ട് പോരാ. എന്താ? ചേട്ടൻ പറഞ്ഞാൽ എതിർക്കില്ലെന്നറിയാം. ഇന്നു മുതൽ എല്ലാ കാര്യത്തിനും നിന്റെ സമ്മതം കൂടെ ചോദിച്ചേക്കാം. ഉച്ചയ്ക്ക് മധു വന്ന് ക്ഷണിച്ചിട്ട് പോയി. പുറകെ നീ വന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ? നീ എന്റെ സഹോദരിയല്ലേ? ഞാൻ വന്ന് നിന്ന് അന്തസ്സായിട്ട് കല്യാണം നടത്തരും. സതിയെ കല്യാണം കഴിഞ്ഞിങ്ങോട്ട് വിട്ടാ പോരെ നാത്തൂനെ? മതി. അതിന് നാത്തൂന്റെ അനുവാദം എന്താണ് ചോദിക്കുന്നത്? സതി നിന്റെ മോളല്ലേ? നിനക്ക് സൗകര്യമുള്ളപ്പോ വിട്ടാ മതി. വിട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല. നാത്തൂനെ, അവ കൊടുക്കാനുള്ളതും കൂടി വാങ്ങിച്ചുകൊണ്ട് പോരാൻ പറഞ്ഞു. ഞാൻ എടുത്തു തരാം. അങ്ങനെ വരട്ടെ. അപ്പൊ അപ്പച്ചി മോളും കൂടെ ആലോചിച്ച് തീരുമാനിച്ച പരിപാടിയാണെന്ന് പറ. നീ വേഗം അവിടെ തുണി എടുത്തു കൊടു. ചേട്ടൻ നേരത്തെ അങ്ങ് വരണേ. പിന്നെ അടുപ്പിക്കാനുള്ള സാധനങ്ങളുടെ ഒരു ഡാപ്പും തയ്യാറാക്കി ഞാൻ വൈകിട്ട് അങ്ങ് വരാം. വെളിച്ചെണ്ണ കുറുപ്പേട്ട ഇപ്പൊ സാധനങ്ങളൊക്കെ എടുത്തില്ലേ? അടുത്തു ഞാൻ ആ പാൽപ്പായസമുള്ള പാലപ്പ് വേണം. അത് കാലത്ത് 8 മണിക്ക് കിട്ടിയാൽ മതി. എന്തോ? നീ സത്യവട്ടങ്ങൾ ഒരുക്കുന്ന കാണുകയാണോ? വല്ലതും കഴിക്കണ്ടേ? വരൂ, വരാൻ ചേച്ചി. സതി ചേച്ചി, ഇനി എന്നെ കാത്തു സൂക്ഷിക്കണ്ട. വിവാഹത്തിന് ഞാനൊരു എതിർപ്പം കാണിക്കില്ല. ചേച്ചിക്കെങ്കിലും ഒരു നല്ല ജീവിതം ഉണ്ടാവട്ടെ. നോക്കൂ, നാളെ നിന്റെ വിവാഹമാണ്. ഇനി നീ കരയരുത്. വലത്തുകാലി വെച്ച് കയറുമോളെ. രാവിലെ താനാണ് പോന്നു. ഞാൻ സാറിന്റെ കൂടെ പോരെ. എന്തു ഫ്രണ്ട്സൊക്കെ ഇപ്പോഴാ പോയത്. അവരെ പറഞ്ഞേക്കാൻ നന്നെ പാടുപെട്ടു. എന്തോ ഒരു വല്ലാത്ത മണം. ഫ്രണ്ട്സിനെ സൽക്കരിക്കാതിരിക്കാൻ പറ്റുമോ? കൂട്ടത്തിൽ ഞാനും അല്പം മദ്യപിച്ചു. ടേക്ക് ഇറ്റ് ഈസി.
കൈമൾ അദ്ദേഹത്തിന് ബോംബെക്ക് ട്രാൻസ്ഫർ ആയതുകൊണ്ടാണ് ഈ വീട് കിട്ടിയത്. വീട് സാറിനാണെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം എന്താ ചോദിച്ചതെന്നറിയോ? എന്താ? സാറ് വെജിറ്റേറിയൻ ആണോ എന്ന്. അതെന്താ? സാമ്പാറും അവിയലും അല്ലാതെ ഇതുവരെ ഇവിടുത്തെ അടുക്കളയിൽ വേറെ ഒന്നും വെച്ചിട്ടില്ല സാറേ. അതിനാളെ കാണിച്ചാണോ നമ്മൾ ഇറച്ചി മീനൊക്കെ വെക്കാൻ പോകും? ശരിയാ, എന്നാലും എടി ലക്ഷ്മി, മീമുള്ളൊന്നും അടുക്കളയുടെ പുറത്തോട്ട് വലിച്ചെറിയല്ലേ. അതിന് ഞാൻ മീൻ കൂട്ടത്തില്ലല്ലോ സാറേ. നേരെ അവർക്ക് ഇറച്ചി ഇന്നേ വരികയുള്ളൂ. വാടക സ്വല്പം കൂടി പോയി കുഞ്ഞപ്പ. അല്പം കൂടിയാലും എല്ലാ വീട്ടുപകരണങ്ങളും ഇല്ലേ? അത് ശരിയാ. എന്നാലും സാറ് വാടകയൊന്നും കൊടുക്കാൻ പോണ്ട. അത് മാസം കുഞ്ഞപ്പം കൊടുത്തോളാം. വീട് പിടിച്ചോ? വീട് പിടിച്ചു. ഏർപ്പാട് ചെയ്തു വന്ന വേലക്കാരിയെ അതിലേറെ പിടിച്ചു. എന്നാ തിങ്കളാഴ്ച മുതൽ വരാൻ പറയട്ടെ. നീ പൊക്കോ. ഒരു കാര്യം, കൊച്ചമ്മ കാണുക, നീ സാറിന്റെ അടുത്ത് ടിപ്പിൾ ക്രോസിനൊന്നും പൊക്കളയരുത്. എന്റെ ഗ്രാവില് പോവും. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. നമുക്ക് നാത്തോട്ട് കയറാം. ഓ, ഇന്ന് ശനിയാഴ്ചയല്ലേ, ചന്ദ്രൻ വരുമോ മോളെ? ഇന്നലെ ഫോണിൽ വിളിച്ചപ്പോ ഒന്നും പറഞ്ഞില്ല. അവൻ താമസിക്കാൻ വീട് അന്വേഷിക്കല്ലേ, കണ്ടുപിടിക്കാതെ വരുമോ? അതാ രാവിലെ എവിടെന്നെങ്കിലും ഏർപ്പാട് ചെയ്ത് കൊടുത്തോളൂ. ഇപ്പഴീ പൊറുതു മാറേണ്ട വല്ല ആവശ്യമുണ്ടോ? പണ്ടത്തെ പോലെ എല്ലാ ശനിയാഴ്ച വന്നാ പോരെ? അത് ശരിയല്ലമ്മേ. എവിടെയായാലും ചേച്ചിയും ചേട്ടനും കൂടെ ഒരുമിച്ച് തന്നെ കഴിയണം. ആര് പറഞ്ഞു വേണ്ടാന്ന്? 2 മാസത്തെ പൊറുതി കഴിയുമ്പോ ഉണ്ടും തിന്നും മുണ്ടും കീറി ഇവിടെ തന്നെ വിരിച്ചു വരും. ചേച്ചി, ചേട്ടൻ വന്നു. അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്യുന്നു? അവര് ഊണ് കഴിക്കുന്നു. വിസ്കിയ ആരും കാണാതെ മുറി കൊണ്ടുവയ്ക്ക്. വീട് കിട്ടിയോ മോനെ? കുഞ്ഞപ്പനൊരു നല്ല വീട് ഏർപ്പാട് ചെയ്ത് തന്നിട്ടുണ്ട്. ഉടമസ്ഥന്റെ എല്ലാ വീട്ടു സാധനങ്ങളും അതിനകത്തുണ്ട്. ആള് കയറി താമസിച്ചാൽ മാത്രം മതി. ആരെങ്കിലും കെട്ടിത്തൂങ്ങി ചത്തിട്ടുള്ള വീടായിരിക്കും. അല്ലെങ്കിൽ വീട്ടിലൊക്കെ സാധനങ്ങളെല്ലാം ഇട്ടേച്ച് പോകുമോ? അമ്മേ, ഉടമസ്ഥൻ ബോംബെക്ക് ട്രാൻസ്ഫർ ആയി പോയി. അതുകൊണ്ടാ വീട് വാടകയ്ക്ക് വിടുന്നത്. ചേട്ടൻ വേഗം പോയിട്ടൊന്ന് മാറിയിട്ട് വാ. ചേച്ചിയും ചോറിണ്ടിട്ടില്ല. എന്ത് പറഞ്ഞാലും ശവനം മടക്കി മറുപടിയല്ലേ നിന്റെ നാവിൽ നിന്ന് വരും. എനിക്കതേ അറിയാവുള്ളൂ. സൗകര്യമുള്ളൊരു കേട്ടാ മതി. എടാ മോനെ, ഇന്ദുവിന്റെ വിവരങ്ങൾ അറിഞ്ഞിട്ട് കുറച്ച് ദിവസമായല്ലോ. അമ്മയ്ക്ക് അവളെ കാണാനിട്ട് ഉറക്കം വരുന്നില്ലല്ലേ? ഞാൻ പെറ്റതല്ലേടാ അവളെ. അപ്പൊ എന്നെ വഴി കിടന്ന് കിട്ടിയതായിരിക്കും. പോടാ അവിടുന്ന്. നാളെ ഉച്ച കഴിഞ്ഞ് പോവാമേ. അവിടെ അസൗകര്യമൊന്നുമില്ലെങ്കിൽ ചന്ദ്രനോട് പറഞ്ഞിട്ട് അവളെയും കൂടി ഒന്ന് വിളിച്ചോണ്ട് വാ. ശരി. ആ ആ ഓ, ഞാനിന്ന് വരുന്നില്ല പാപ്പച്ച. കുറച്ചു ദിവസം കൂടി ഭാര്യയുടെ അടുത്ത് വന്നിരിക്കുകയല്ലേ. ആ ഇന്ദു, നീ എന്തോന്നാ ഈ കാണിക്കുന്നത്? മതി മതി. അല്ല, നമ്മുടെ ശ്രീമതിയോട് സ്മോൾ ഒഴിക്കാൻ പറഞ്ഞു. അവള് വേണ്ട കുപ്പിയിലുള്ളത് മുഴുവൻ ഒഴിച്ചു വെച്ചിരിക്കുന്നു. ആ, പഠിപ്പിച്ചെടുക്കണം. അപ്പോഴേ പാപ്പച്ച, എനിക്ക് കുറച്ച് രൂപ വേണം. ഞാൻ ജോലി സ്ഥലത്തേക്ക് താമസം മാറിയേ. ആ, ഓ, അത് ഞാൻ സാധിച്ചു തരാം. 5000. ആ, വെക്കട്ടെ. മണ്ടി പെണ്ണെ, നീ ആ ഗ്ലാസ് ഇങ്ങോട്ട് എടുക്ക്. ഇന്നാ സ്വല്പം അടിച്ചു. അയ്യോ വേണ്ട. കുഴപ്പമില്ലടി പെണ്ണേ, ഇതൊരു രസത്തിനല്ലേ. എനിക്ക് വേണ്ട. ശരി, വേണ്ടെങ്കിൽ വേണ്ട. എനിക്ക് അമ്മയൊന്ന് കാണാൻ പോയാൽ കൊള്ളാമായിരുന്നു. അതിനെന്താ? നാളെ ഞാൻ കുറ്റിയാടിക്ക് പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് നിന്നെ വീട്ടിൽ വിട്ടേക്കാം. എന്താ? അമ്മേ, ദാ ഇന്ദുവന്ന്. മോളെ, അല്ല, മധു എപ്പോ വന്നു?
അവൻ ഇന്നലെ വന്നു. വൈകുന്നേരം ഞാൻ അങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. വാളി, ഇല്ല, ഞാൻ പോവാ. ഇന്ന് കുറ്റ്യാടി പാലത്തിന് ടെൻഡറാ. ഞാൻ അവിടെ ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. നല്ല കാര്യം. 2 ദിവസം കഴിഞ്ഞ് പോയാ മതി. അമ്മേ, ഇതൊരു അത്യാവശ്യ കാര്യമാണ്. ഞാൻ അവിടെ ഇല്ലെങ്കിലുള്ള കുഴപ്പം മധുവിനറിയാം. എന്നാലും വന്ന ഉടനെ പോകുന്നത്. പൂജയുടെ അവധിക്ക് ഒരാഴ്ച താമസിക്കാൻ ഞങ്ങൾ രണ്ടുപേരും ഒരുങ്ങി വന്നേക്കാം. ഇവൾക്കാണെങ്കിൽ അമ്മയെ കാണാഞ്ഞിട്ട് ഉറക്കമില്ല. അതാണ് ഇവളെ ഇവിടെ വിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചത്. വരട്ടെ. മോന് തിടുക്കമാണെങ്കിൽ പിന്നെ ഞാൻ എന്ത് പറയാനാ? ഇന്ദു, 2 ദിവസം കഴിയുമ്പോൾ അങ്ങ് വരണം. ഇല്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് ഞാൻ ബോറടിക്കും. അവളോട് ടാക്സി പിടിച്ചാക്കിയ കളിയാ. ടാക്സി എന്തിനാ? ഞാൻ ബസ്സിൽ പൊയ്ക്കോളാം ചേട്ടാ. ഇവള് വലിയ പിശുക്കിയാണമ്മേ. ഒറ്റ പൈസ അനാവശ്യമായിട്ട് ചെലവാക്കിക്കില്ല. ശരി. വാ മോളെ. ആ, ഇങ്ങ താഴെ. ഞാൻ അന്നേ പറഞ്ഞില്ലേ കല്യാണം കഴിയുമ്പോ എല്ലാം ശരിയാവുമെന്ന്. ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നമ്മേ? ചന്ദ്രനും ഇന്ദുവും വലിയ സ്നേഹത്തിലാണെന്നാ തോന്നുന്നത്. ആണമ്മേ, അവൻ അവളെ പൊന്നുപോലെ കൊണ്ടുനടക്കുന്നത്. പെൺപിള്ളയുടെ കാര്യം ഇത്രയൊക്കെ ഉള്ളമ്മേ. അമ്മയ്ക്കൊരു മുണ്ടും നേരിയതും. അപ്പോ എനിക്കൊന്നുമില്ലേടി. ചേട്ടനല്ലേ എനിക്ക് ഈ സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നത്? എന്താ ചേച്ചി? ആ, ഇതാ ഒരു നിക്കർ ഉടുപ്പ്. ചേച്ചി നിനക്ക് വേണ്ടി ടൗണിൽ നിന്ന് മേടിച്ചതാ. എന്താ, കൊള്ളാമോ? നന്നായിരിക്കുന്നു ചേച്ചി. നീ ഇവിടെ ഇല്ലാത്തതിന്റെ വിഷമം എന്നേക്കാൾ കൂടുതൽ അവനാ. നേരാണോ അപ്പു? പാവം ചെറുക്കൻ. ആ മോളെ, എങ്ങനെ ഇരിക്കുന്നു പൊറുതിയൊക്കെ? ഒന്നിനും ഒരു കുറവില്ലമ്മേ. അമ്മായിയമ്മ എങ്ങനെയാ? നല്ല സ്ത്രീയാ. മൂപ്പിനോ? പുള്ളി വീട്ടിൽ കാണില്ല, പൊതുക്കാരിയുമായി ഓടി നടക്കുക. ചന്ദ്രന്റെ പെങ്ങളൊരു ബഹളക്കാരിയല്ലേ? ലേഖ സ്നേഹമുള്ളവളാ. വല്ലപ്പോഴേ വരൂ. കോളേജ് ഹോസ്റ്റലിലാ താമസം. ചന്ദ്രന് നിന്നെ ജീവനല്ലേ? അതെ. എല്ലാം നിന്റെ ഭാഗ്യമാണടി. ഭാഗ്യമായാലും നിർഭാഗ്യമായാലും എനിക്കിനി പരാതിയില്ല ചേട്ടാ. ചേട്ടൻ സഹിച്ചേച്ചി എത്രയും വേഗം വിവാഹം കഴിക്കണം. അമ്മയ്ക്കൊരു സഹായത്തിന് ഇവിടെ ആരുമില്ലല്ലോ. നിനക്ക് ആ കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കഴിയുന്നതും വേഗം ഞങ്ങൾ വിവാഹം നടത്തും. അമ്മേ, സഹിച്ചേച്ചി കണ്ടിട്ട് കുറച്ചു ദിവസമായല്ലോ. ഞാൻ രാവിലെ പോയി പറയാം മോളെ. അപ്പോ എന്താ ചേച്ചി? വേണേട്ടനെ അപ്പോ കാണാറുണ്ടോ? ഇല്ല ചേച്ചി. ആ വീടിന്റെ മുൻവശത്തുകൂടി പോകാറില്ലേ? ആ വീട് പൂട്ടിയിട്ടിരിക്കാ ചേച്ചി. എന്താ ചേച്ചി? ഒന്നുമില്ല. നീ കരിവേപ്പിലുണ്ട് കൊടുക്ക. ചേച്ചിയോ? നീയും ഭർത്താവും കൂടി ഇന്നലെ വന്നോന്ന് അപ്പച്ചി പറഞ്ഞു. സുഖാണോ എന്തു? എന്റെ സുഖം ചേച്ചി തൂങ്ങിക്കരുതോ? നിനക്ക് സുഖക്കുറവിന് എന്താ കാര്യം? എല്ലാ സൗഭാഗ്യങ്ങളും ഉള്ള ഒരാളല്ലേ നിന്റെ ഭർത്താവ്. എന്റെ ഭർത്താവിന് ഉദ്യോഗമുണ്ട്, നല്ല ശമ്പളമുണ്ട്. ഇത്രയൊക്കെ ആയ ഒരു സ്ത്രീക്ക് സൗഭാഗ്യമാവോ ചേച്ചി? പഴയ ഓർമ്മകൾ ഇതുവരെ നിന്റെ മനസ്സിൽ നിന്നും പോയില്ലേ? വേണു നീ മറക്കണം. ഈ ജീവിതത്തിലെ സാധ്യമല്ല ചേച്ചി. മധുവട്ടൻ ചേച്ചി വെറുത്തിരുന്നപ്പോഴും ചേച്ചി മധുവട്ടനെ സ്നേഹിച്ചിരുന്നില്ലേ? അതാണ് പെണ്ണിന്റെ മനസ്സ്. എന്നെ സ്നേഹിച്ച വേണുവട്ടനെ മറക്കാൻ എനിക്കെങ്ങനെ കഴിയും ചേച്ചി? മറക്കണം. നിന്റെ കുടുംബജീവിതം ഭദ്രമായിരിക്കണമെങ്കിൽ പഴയ കാര്യങ്ങളെല്ലാം നീ എന്നേക്കുമായി മറക്കണം. മോളെ എന്തോ അപ്പച്ചി വിളിക്കുന്നു. എന്തോ വരൂ. ആഹാ, സതി എപ്പോ വന്നു? ഞാനിപ്പോ വന്നേ ഉള്ളൂ അപ്പച്ചി.
കാപ്പി കുടിക്കണ്ടേ മോളെ? മണി 9 ചേട്ടൻ കുടിച്ചോ അമ്മേ? അവനിപ്പോ കാലത്ത് ഒരു കട്ടൻ മാത്രമേ കഴിക്കൂ. തടി കുറയ്ക്കാനായിരിക്കും. ചേച്ചി, കൈ കിട്ടിക്കഴിഞ്ഞാ പിന്നെ ചേട്ടൻ ആഹാരത്തിന് റേഷൻ വെക്കണം. കാലത്ത് കട്ടൻ, ഉച്ചയ്ക്ക് കഞ്ഞി, വൈകിട്ട് ഒരു സ്ലൈസ് റൊട്ടി. തടി കുറച്ചില്ലേ ചേച്ചിക്കായിരിക്കും ബുദ്ധിമുട്ട്. സാറ് വരുത്തു, നീ അകത്ത് പോ, കണ്ണടിഞ്ഞ. നമസ്കാരം. നമസ്കാരം. ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ സ്വല്പം വൈകി. ലക്ഷ്മി, എന്തോ? ഡിക്കിന്ന് പെട്ടിയൊക്കെ എടുത്ത് നോക്കിയേ. ഞാനിവിടെ നിൽക്കണോ സാർ? കുഞ്ഞപ്പൻ എവിടെ പോകുന്നു? സെക്ഷൻ ഓഫീസിൽ ഗ്രാവൽ അടിച്ചതിന്റെ ഒരു ബില്ല് പാസ്സാക്കി കിട്ടാനുണ്ടായിരുന്നു. സാറൊന്ന് വിളിച്ചു പറഞ്ഞാൽ. ഞാൻ വിളിച്ചു പറഞ്ഞേക്കാം. എന്നാ വെക്കോട്ടെ സാർ. ഓ അപ്പോഴേ വെറും കൈയും വീശി വന്നേക്കല്ലേ. ലക്ഷ്മി, ഇതാ ഞാൻ പറഞ്ഞ വേലക്കാരി. എവിടെ വീട്? കീഴ്വായ്പോരാ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഒരു കൊച്ചു മാത്രമേ ഉള്ളൂ. ഭർത്താവോ? അയാളെന്നെ ഉപേക്ഷിച്ച് പോയി വേറെ സംബന്ധം ചെയ്തു. പിന്നെ പെട്ടിയുടെ താത്ത് വെച്ചട്ടെ. ചെല്. വരൂ. എന്റെ ആയ കാലത്തായിരുന്നെങ്കിൽ ഇവരുടെ കല്യാണം ഞാൻ പഴയ രീതിയിൽ 4 ദിവസം ആഘോഷിച്ചേനെ. കേട്ടോ അപ്പച്ചി, അച്ഛൻ ഇപ്പോഴും പഴയ കാലത്തിന്റെ ഓർമ്മയാ. അതേടി, അങ്ങനെ ഒരു കാലം ഇനി ഉണ്ടാകുമോ? അന്ന് അരി ചാക്കിന് 5 രൂപ. 1 രൂപ കൊടുത്താൽ 100 ഏത്തപ്പഴം കിട്ടും. കൈ നിറച്ച് കാശല്ലേ അന്ന്. കൈനിറച്ച് കാശുണ്ടായിരുന്നിട്ടും അന്നച്ഛൻ മധുവേട്ടനെ സഹായിച്ചില്ലല്ലോ. അത് അന്ന് അവനെ നന്നാക്കാൻ ചെയ്ത ഒരു ഡക്ക് വേലയല്ലേ. നന്നാക്കാനോ? അതേടി, അന്ന് അവൻ ചോദിച്ചിരുന്ന ഞാൻ കൊടുത്തിരുന്നെങ്കിൽ അവൻ ഇത്രയും ബുദ്ധിമുട്ടി പഠിക്കുവോ? ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി ഉദ്യോഗസ്ഥനാകുവോ? ഇല്ല. അത് നേരത്തെ മനസ്സിലാക്കി മനഃപൂർവ്വമാണ് ഞാൻ അവനെ സഹായിക്കാതിരുന്നത്. ഞാൻ പോന്നു ചേട്ടാ. നാത്തൂന് വരട്ടെ. നീ ഇവിടെ ചെല്ലുവോളെ? എങ്ങനെ ഉണ്ടടി? കൊച്ചമ്മേ, കൊച്ചമ്മേ, സാർ ഉണർന്നില്ലേ? സാറേ, സാറേ, ഇന്ദു എവിടെ? ബാത്റൂമിൽ പോയി. ഓ, ഇന്ദു, എന്തു പറ്റി ഇന്ദു? സാറേ, എന്റെ കുഞ്ഞിന് ഗർഭമുണ്ടെന്നാ തോന്നണേ. ഇന്ദു, ഇന്ദു, വേഗം മുഖം കഴി സാരി മാറിയിട്ട് വരൂ. നമുക്ക് ഡോക്ടറെ പോയി കാണാം. ചേച്ചി കൊണ്ട് ചേട്ടൻ എപ്പോഴാ പോയത്? 8 മണിക്ക് പോയതാ. ചേച്ചിക്ക് ക്ഷീണമൊന്നുമില്ലല്ലോ? നല്ല ചാക്കക്കുരു പോലെ ഇരിക്കുന്നു. എത്രാമത്തെ മാസത്തിലായി ഛർദിൽ വരുന്നത്? ഓ, അതിന് കണക്കൊന്നുമില്ല കുഞ്ഞെ. എനിക്ക് വയറ്റിലുണ്ടായിട്ട് ഞാൻ ഛർദിച്ചതേ ഇല്ല. അതെന്താ? ഗുന്മനാണെന്നാ അമ്മ പറഞ്ഞത്. പിന്നെങ്ങനെയാ ഛർദിക്കുന്നത്? ഭർത്താവില്ലായിരുന്നോ? അങ്ങനെ സ്ഥിരമായിട്ടൊരാളില്ലായിരുന്നു. കൺഗ്രാറ്റുലേഷൻസ്. രേഖ എപ്പോ വന്നു? ഞാൻ വന്നിട്ട് 2 മണിക്കൂറായി. ടെസ്റ്റ് കഴിഞ്ഞപ്പോ അല്പമായി. എവറിത്തിങ് ഓൾ റൈറ്റ്? ചേട്ടാ, ചെലവ് ചെയ്യണം. എന്ത് ചെലവ് വേണമെങ്കിലും ചെയ്യാം. നീ വാ. ഞാൻ ഇനി ഒന്ന് കുളിക്കട്ടെ. ചേട്ടൻ എന്തൊരു കുളിച്ചില്ലേ? രാവിലെ 8 മണിക്ക് ഡോക്ടറെ കാണാൻ പോയതല്ലേ. എന്തൊക്കെയുണ്ട് ലേഖ വീട്ടിലെ വിശേഷങ്ങൾ? വീട്ടില് അച്ഛന് സുഖം, അമ്മയ്ക്ക് സുഖം,
പശു, പട്ടി തുടങ്ങിയ നാൽക്കാലി മൃഗങ്ങൾക്ക് പരമസുഖം. നിന്റെ ഈ കുസൃതി വർത്തമാനത്തിന് മറുപടി പറയാൻ പറ്റിയ ഒരാളെ കണ്ടുപിടിക്കണമല്ലോ. സിനിമാക്കാരുടെ കൂട്ടത്തിൽ നിന്ന് വല്ല കോമഡിമാരെ തപ്പിയെടുത്താലോ ചേച്ചി? നീ പോടി. ആ, കോളേജ് ലൈഫ് എങ്ങനെയുണ്ട്? കൂവും കുറുക്കുവിളികളുമായി പതിവ് പോലെ പുരോഗമിക്കുന്നു. ആ ചേച്ചി, ഞങ്ങൾക്കൊരു പുതിയ ഇംഗ്ലീഷ് ലെക്ചർ വന്നിട്ടുണ്ട്. വണ്ടർഫുൾ ഗൈ. എന്താ, നോട്ടോ മറ്റോ ഇട്ടിട്ടുണ്ടോ? ഏയ്, അതൊരു പെക്യൂലിയർ ക്യാരക്ടറാ. പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും നോക്കില്ല. സാറ് കുളിക്കുക. നീ എവിടെ കൊണ്ടുവന്നു? സാറിന് കൊടുക്കാൻ കുളിമുറിയില്ലോ? സാറ് കുളിച്ചിട്ട് വന്ന് കുടിച്ചോളൂ. ഇവിടെ വെച്ചേക്ക്. ചേച്ചി, ഇവക്കൊരു എല്ല് കൂടുതലുണ്ടല്ലോ. കുഞ്ഞിപ്പം കൊണ്ടുവന്നതാ. ആ, അപ്പൊ വല്ല ഗ്രാവലി ചുമട്ടുകാരി ആയിരിക്കും. ഇവിടെ ഉടനെ എവിടുന്ന് പറഞ്ഞയക്കണം. നീ തന്നെ ചേട്ടനോട് പറ. ഞാൻ വന്നിട്ട് മണിക്കൂർ ഒന്നായി. അപ്പുറത്ത് സംസാരിക്കുന്നത് കേട്ടു. എന്നിട്ട് എന്താ വിളിക്കാഞ്ഞ്? ഇപ്പൊ വിളിച്ചിട്ടാണോ വന്നത്? ഞാൻ പോണു. അങ്ങനെ അങ്ങ് പോയാലോ സാർ? വീടൂന്നേ. മനസ്സില്ല. വീടൂ ചേട്ടാ. ഇന്ദു ഉണ്ടെങ്കിലേ സതിയുടെ വരുള്ളൂ. ഞാൻ വരണമെന്ന് ചേട്ടൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞാൽ വരുമോ? സംശയം എന്താണ്? എന്നാൽ ദിവസവും സതി ഇവിടെ വരണം. എന്തിന്? എനിക്ക് കാണാൻ. വെറുതെ കാണാനോ? കാണാൻ മാത്രമല്ല, പിന്നെ സ്വപ്നങ്ങൾ എന്റെ സ്വപ്നങ്ങൾ മുല്ലപ്പന്തലൊരുക്കി സ്വപ്നങ്ങൾ എന്റെ സ്വപ്നങ്ങൾ മുല്ലപ്പന്തലൊരുക്കി മോഹങ്ങൾ എന്റെ മോഹങ്ങൾ സ്വർണ്ണത്തിരികൾ കൊളുത്തി നെഞ്ചിലെ മന്ത്രം ചന്ദനഗന്ധം കതിരും നിറവും മനവും മിഴിയും ഒരുമിക്കും നേരം സ്വപ്നങ്ങൾ എന്റെ സ്വപ്നങ്ങൾ കയ്യിൽ കാഞ്ചന താലവുമേന്തി മുന്നിൽ മെല്ലനെ വന്നു കയ്യിൽ കാഞ്ചന താലവുമേന്തി മുന്നിൽ മെല്ലനെ വന്നു ധന്യമാമൊരു വീതിയിലൂടെ നമ്മൾ പ്രദക്ഷിണം വയ്പ്പൂ. ഇനിയെന്നും നീ എന്റെ സ്വന്തം പിരിയുവാനാവാത്ത ബന്ധം സ്വപ്നങ്ങൾ എന്റെ സ്വപ്നങ്ങൾ മുല്ലപ്പന്തലൊരുക്കി
എന്റെ ചിന്തതൻ താളങ്ങളെല്ലാം നിന്നിൽ നിന്നു ഞാൻ കേൾപ്പൂ. ഞാൻ ചൊല്ലാം, ഇനി നിനക്കെന്തു ഞാൻ നൽകാം. സ്വപ്നങ്ങൾ, എന്റെ സ്വപ്നങ്ങൾ മുല്ലപ്പന്തലൊരുക്കി. മോഹങ്ങൾ, എന്റെ മോഹങ്ങൾ സ്വർണ്ണത്തിരികൾ കൊളുത്തി. നെഞ്ചിലെ മന്ത്രം ചന്ദനഗന്ധം മലരും കതിരും നിറവും മനവും മിഴിയും ഒരുമിക്കും നേരം. സ്വപ്നങ്ങൾ, എന്റെ സ്വപ്നങ്ങൾ. ഹലോ, ആ മധുവാണോ? എന്താ വിശേഷം? ഓഹോ, അയ്യോ എനിക്ക് വരാൻ പറ്റില്ല. നാളെ നെടുമുടിപ്പാലത്തിന്റെ ഉദ്ഘാടനം. മന്ത്രി വരുന്നോണ്ട് പോയേ പറ്റൂ. ആ എന്തുവിനെ അയക്കാം. ശരി, വെക്കട്ടെ. ആ, നിന്റെ ചേട്ടന് എന്താ വിശേഷം? നാളെ മധുവിന്റെ വിവാഹ നിശ്ചയം. എനിക്ക് പോകാൻ പറ്റില്ല. ഹ, നീ വിഷമിക്കണ്ട, നിന്നെ ഞാൻ കാലത്തേ അയച്ചേക്കാം. എന്താ? ബില്ല് പാസ്സായല്ലോ പാപ്പച്ച. ആ, ഇപ്പൊ ഒരു കാര്യത്തിനാണ് ഞാൻ വിളിച്ചത്. പുതിയ വീട്ടിൽ വന്നതിന് ശേഷം വൈഫ് ദുർമുഖം കാണിക്കുന്നു. ഇവിടെ ഫ്രിഡ്ജില്ല. ഒരു സോഡ പിടിച്ചോടി. നാളെ വാങ്ങിച്ച് അയച്ചേക്കാമെന്ന്. താങ്ക്സ്. അപ്പോഴേ രഹസ്യമായിരിക്കണം. ഓ, ഇങ്ങോട്ട് മാറി. അയ്യോ കൊച്ചമ്മ, അവളെ കുളിക്കേറി. ഇന്ദു കുഞ്ഞിനോട് അത്ര രസമല്ലെന്ന് തോന്നുന്നു. ആ, അവളധികം സംസാരിക്കുകയല്ല. ഒരു പ്രത്യേക ടൈപ്പാ. ഓ, ടൈപ്പൊന്നുമല്ല. ആ ശരീരം കണ്ടാൽ അറിയാൻ പറ്റും. എടി മണ്ടി, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ല അല്ലേ? ഒരു പ്രത്യേക പ്രകൃതക്കാരിയെന്നാ ഞാൻ പറഞ്ഞത്. ചുമ്മാ വേണുട്ടാ, ഇന്ദു, കരയാതെ. കാണുന്നവർ എന്ത് വിചാരിക്കും? എങ്ങോട്ടാണ്? ഭർത്താവിന്റെ വീട്ടിലേക്ക്. വേണുട്ടിനെവിടെ? അമ്മയുടെ ആശുപത്രിയിലാണ്. ഞാൻ ഹോട്ടലിൽ ഒരു മുറിയെടുത്ത് താമസിക്കുന്നു. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഇപ്പോൾ കുറച്ച് ആശ്വാസമുണ്ട്. എനിക്ക് അമ്മയൊന്ന് കാണണം. അതിപ്പോ വേണോ? വേണം. എന്നാൽ ഇവിടെ നിൽക്കൂ, ഞാൻ ഹോട്ടലിൽ പോയി സാധനം എടുത്തോണ്ട് വരാം. മുറിയിലേക്ക് ഞാനും വരുന്നു. എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എതിര് പറയണ്ട, ഞാൻ വരും. ശരി, വരൂ. സ്വാമി മലയ്ക്കുവോ മാലയിട്ടിരിക്കുക. കള്ളം പറഞ്ഞാൽ തന്നെ കടുവ അടിക്കും. ഞാൻ പറഞ്ഞത് നേരെ കുഞ്ഞപ്പൻ സാറേ. സംശയം ഉണ്ടെങ്കിൽ അളന്നു നോക്കി. എന്തിന്? ഗ്രാവലിന്റെ കാര്യത്തിൽ എന്നെ ആരും കളിപ്പിക്കാൻ നോക്കണ്ട. എന്റെ അമ്മ എന്നെ പെറ്റിട്ടത് എന്നെ ഗ്രാവലിന്റെ പുറത്താ. അപ്പോ ഒരു ലോഡില്ലെന്നാണോ സാറ് പറയുന്നത്? ഇല്ല സ്വാമി, 90 ക്യൂബിക്കടിയേ ഉള്ളൂ. നമ്മുടെ വിവാഹത്തെപ്പറ്റി മധുവട്ടനോട് നേരിട്ട് സംസാരിച്ച് സമ്മതിപ്പിച്ചോന്ന് വേണോട്ടം പറഞ്ഞിരുന്നില്ലേ? ആ, പറഞ്ഞിരുന്നു. പിന്നെ എന്തുകൊണ്ട് ചേട്ടനെ കണ്ടില്ല? പേടിയായിരുന്നോ? ഞങ്ങൾ തമ്മിൽ കണ്ടു, സംസാരിച്ചു. നമ്മുടെ ബന്ധത്തെപ്പറ്റി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മധുവേട്ട എന്നെ കാണാൻ വീട്ടിൽ വന്നു.
നിങ്ങൾ എന്തും തമ്മിലുള്ള സ്നേഹബന്ധത്തെ പറ്റി എനിക്ക് നല്ലപോലെ അറിയാം. പക്ഷേ അവളെ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? ഞാൻ അവൾക്ക് മറ്റൊരു വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞു. അത് നിങ്ങൾ കാണിച്ചു തെറ്റ്. പക്ഷെ ഞാനത് അംഗീകരിക്കില്ല. നിങ്ങളുടെ അംഗീകാരം എനിക്ക് ആവശ്യമില്ല. എന്റെ പെങ്ങളെ ആർക്ക് വിവാഹം ചെയ്ത് കൊടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. മധുചേട്ടാ, ഞങ്ങളെ വേർതിരിക്കാൻ നിങ്ങളെ കൊണ്ടാവില്ല. ഞാൻ ഇന്ദുവിനെ തന്നെ വിവാഹം ചെയ്യും. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് നടക്കില്ല. കൊലമരത്തിൽ കയറേണ്ടി വന്നാലും ഞാൻ നിശ്ചയിച്ച വിവാഹം തന്നെ നടത്തും. പക്ഷേ മധുവേട്ടന്റെ ആ ഭീഷണി എന്നെ പിന്തിരിപ്പിച്ചില്ല. ആരെതിർത്താലും നിന്നെ വിളിച്ചിറക്കിക്കൊണ്ട് വരണമെന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു. പിന്നെ എന്തുകൊണ്ട് വന്നില്ല? പറയൂ. കൃത്യം 12 മണിക്ക് ഞാൻ നിങ്ങളുടെ വീട്ടിന്റെ പിന്നിൽ വന്നു. എന്ത് വേണം? ഞാൻ ഇന്ദുവിനെ കൂട്ടിക്കൊണ്ട് വന്നതാണ്. എങ്ങോട്ട്? എന്റെ വീട്ടിലേക്ക്. നീ മര്യാദയ്ക്ക് മടങ്ങിപ്പോകുന്നതാണ് നല്ലത്. ഇല്ല, അവളെ കൂടാതെ ഞാൻ പോകില്ല. നിങ്ങളുടെ കൺമുന്നിലൂടെ തന്നെ ഞാൻ അവളെ വിളിച്ചിറക്കിക്കൊണ്ട് പോകും. നിനക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ വരില്ലല്ലോ. മധുവേട്ട, നമ്മൾ തമ്മിൽ ഇത് വേണമായിരുന്നു. വേണു, ഈശ്വരനെ വിചാരിച്ച് എന്റെ കുടുംബത്തെ അവമാനിക്കരുത്. നീ വിളിച്ചാൽ അവൾ ഇറങ്ങി വരും. പക്ഷേ നാളെ അവളെ കാണാൻ ചെറുക്കം വരുമ്പോ അവള് വീട്ടിലില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. വേണു, മധുവേട്ട, ഒരു സഹോദരന്റെ വേദന ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ദുവിനെ ഞാൻ വിവാഹം ചെയ്യുന്നത് നിങ്ങളുടെ കുടുംബത്തിന് അവമാനമാണെങ്കിൽ ഞാൻ ആ സ്നേഹബന്ധം പരിത്യജിക്കുന്നു. ഈശ്വരൻ നിങ്ങൾക്ക് നല്ലത് വരുത്തട്ടെ. സ്മൃതികൾ തീർക്കും പഞ്ചരം കരയാൻ പോലും കഴിയാതെ കഥനം വളരും ഹൃദയം ഹൃദയം മൗനനമ്പരം. കൈകൾ വിളയാടുന്നു, വിരിയും പൂവുകൾ കൊഴിയുന്നു. വിധിയുടെ കൈകൾ വിളയാടുന്നു, വിരിയും പൂവുകൾ കൊഴിയുന്നു.
ജനിക്കുമ്പോഴേ കൂടെ ജനിക്കും മരണം. ഇവിടെ പലതും മാറ്റുന്നു ജീവിതം, അത് നോക്കി വിതുമ്പുന്നു. മൗനനമ്പരം മൗനനമ്പരം സ്മൃതികൾ തീർക്കും പഞ്ചരം. കരയാൻ പോലും കഴിയാതെ കഥനം വളരും ഹൃദയം ഹൃദയം. മൗനനമ്പരം രജനിയിൽ നിന്നും പകൽ വിടരുന്നു, പകലോരാവിൽ ലയിക്കുന്നു. രജനിയിൽ നിന്നും പകൽ വിടരുന്നു, പകലോരാവിൽ ലയിക്കുന്നു. മഴയായി മഞ്ഞായി വെയിലായി അണയും കാലം. ഇവിടെ പലതും മായ്ക്കുന്നു ജീവിതം, അത് നോക്കി വിതുമ്പുന്നു. മൗനനമ്പരം മൗനനമ്പരം സ്മൃതികൾ തീർക്കും പഞ്ചരം. കരയാൻ പോലും കഴിയാതെ കഥനം വളരും ഹൃദയം ഹൃദയം. മൗനനമ്പരം മൗനനമ്പരം. ചേച്ചി, എന്താ ചേച്ചി? ചേച്ചി എന്തിനാ കരയുന്നത്? ഒന്നുമില്ലപ്പോ. അപ്പോ എന്താടാ ഈ നേരത്ത്? ചേച്ചിക്ക് സുഖമില്ല. എന്താ? എനിക്കറിയില്ല. കട്ടിലേ കിടന്ന് വയറും പൊത്തിപ്പിടിച്ചാണ് ഞരങ്ങയും മൂളും ഒക്കെ ചെയ്യുന്ന. ഓഹോ. ആ, നീ പൊയ്ക്കോ, ഞാനൊരു കാറും പിടിച്ചോണ്ട് വേഗം വന്നേക്കാം. നിങ്ങളൊക്കെ വിവരം വിദ്യാഭ്യാസം ഉള്ളവരല്ലേ? ഇത്ര സീരിയസ് ആവുന്നവരെ കാത്തിരുന്ന് ശരിയായില്ല. ഇന്ദുവിന് എങ്ങനെ ഇരിക്കും ഡോക്ടർ? അവർക്ക് ഓപ്പറേഷൻ വേണ്ടി വരും. നിങ്ങൾ ഭർത്താവല്ലേ? ഇതിലൊരു ഒപ്പിടൂ. ഡോക്ടർ, ബ്ലഡ് വേണം. ഞങ്ങൾ രണ്ടുപേരുടെ ഒരേ ഗ്രൂപ്പാണ്. ആവശ്യത്തുള്ള രക്തം ഞാൻ തരാം. എങ്കിൽ വരൂ. പ്രസവിച്ചു. ഷീസ് ഓൾ റൈറ്റ്. നിങ്ങൾക്കൊരു മകൻ ജനിച്ചിരിക്കുന്നു.
ആരൊക്കെയാ വന്നിരിക്കുന്നെന്ന്? അമ്മേ, ചേട്ടന്റെ കറക്റ്റ് മിനിച്ചർ തന്നെ. മോള് വിഷമിക്കാതെ, നിന്നെയും കുഞ്ഞിനെയും കാണാൻ ചന്ദ്രൻ വരും. അമ്മ എന്താ ചെയ്യുന്നത്? എടാ, ഇന്ന് ഓണമാടാ. മധുവിന് ഇലയെ ചോറ് കൊടുത്തില്ലെങ്കിൽ അവൻ ഉണ്ണത്തില്ല. ആ, പ്രഥമൻ അടുപ്പത്ത് കിടക്കുന്നു. അത് കളിച്ചിട്ട് കൊണ്ട് പോയി നോക്ക. പോയി നോക്കടാ. അമ്മ വാ, നമുക്ക് രണ്ടുപേർക്കും കൂടി പോയി നോക്കാം. അപ്പൊ എല്ലാം ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ടമ്മേ. വാ. മതി. വേണാട്ടിന് എന്നെ കൊണ്ട് ആകെ ബുദ്ധിമുട്ടായി അല്ലേ? ബുദ്ധിമുട്ടോ? ഈശ്വരനെ വിചാരിച്ച് നീ അങ്ങനെയൊന്നും പറയരുത്. എന്തു ആശുപത്രിയിലുള്ളവർ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അവരുടെ ധാരണകൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അനാവശ്യ ചോദ്യങ്ങളിൽ നിന്നെങ്കിലും നമുക്ക് രക്ഷപ്പെടാമല്ലോ. ചേച്ചി, മോൻ ഉറക്കാണോ? സാറെവിടെ? ഞങ്ങൾ അയൽക്കാരാ. ഇവിടം വരെ വന്നപ്പോൾ ഇന്ദുവിന്റെ വിശേഷങ്ങൾ അറിയാൻ കയറിയതാ. ചന്ദ്രേട്ടന്റെ സഹോദരിയാണ് ലേഖ. അതെനിക്കറിയില്ലായിരുന്നു. ചേച്ചി, വേണു സാറെ ഞങ്ങൾക്ക് ഷേക്സ്പിയർ എടുക്കുന്നത് എന്ത് തകർത്തും ക്ലാസ് ആണെന്നോ. എല്ലാ കുട്ടികളും അങ്ങനെ ലയിച്ചിരിക്കും. ഐ അഡ്മയർ ഹിം വെരി മച്ച്. സാറിന്റെ ചേച്ചിയെ കാണാൻ വരുമ്പോ എന്നെ കൂടെ വിളിക്കൂ. വിളിക്കാൻ കുട്ടി. ഞാൻ കുട്ടിയല്ല, ലേഖ. എടാ പൊന്നു മോനെ, കണ്ണു തുറക്കടാ. എന്ത് പ്രസവിച്ചിട്ട് അവൻ പോയില്ല. ഇപ്പൊ കുഞ്ഞിന് 6 മാസമായി. ഇതുവരെ അവൻ അങ്ങോട്ടും തിരിഞ്ഞു നോക്കിയോ? അവൻ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും പ്രവൃത്തി അവിടെ നിന്നുണ്ടായി കാണും. അല്ലെങ്കിൽ എന്റെ മോൻ പോകാതിരിക്കില്ല. എന്താ കാര്യം നീ അവനോട് ചോദിച്ചോ? എന്തിനാ ചോദിക്കുന്നത്? അപ്പൊ അവൻ അവളെ ഉപേക്ഷിച്ചാണോ? ആയിരിക്കും. അല്ലെങ്കിൽ ഇത്രയും കാലമായിട്ട് അവൻ പോകാതിരിക്കുമോ? ചന്ദ്ര, അവിടെ നിൽക്ക്. നീയും ഇന്ദുവും തമ്മിൽ പിണക്കത്തിലാണോ? ഇണക്കത്തിലല്ല. കാര്യം? അത് അച്ഛനോട് പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും എനിക്കൊന്ന് അറിയണമല്ലോ. അച്ഛാ, ഞാൻ കല്യാണം ചെയ്ത പെണ്ണ് എന്റെ ഭാര്യയായിരിക്കും. അവൾ അന്യത്തിന്റെ കുഞ്ഞിനെ പ്രസവിച്ചാൽ അതിനെ ചുമക്കാൻ എന്നെ കിട്ടില്ല. എന്താ ഇപ്പൊ കാര്യം മനസ്സിലായോ? ആരാണ് ചോറ് കൊടുക്കുക? കുട്ടിയുടെ അച്ഛനെവിടെ? അച്ഛൻ ഇവൻ കൊടുത്താ പോരെ? മതി, ഇരുന്നോളൂ. ദക്ഷിണ കൊടുക്ക. കൊടുത്തോളൂ. ചേച്ചി, വേണു സാർ. മോന്റെ ചോറുണ്ണാണോ? അതെ, അപ്പുവിനെ കൊണ്ട് കൊടുപ്പിക്കുകയാണ്. വേണ്ട ചേച്ചി, വേണു സാർ കൊടുക്കട്ടെ. ഞാൻ കൊടുക്കാം. ഞാൻ കൈ വെച്ചോളാം. അമ്മ വാ. വേണ്ട, വാമേ. കുളിപ്പിച്ചിട്ട് നല്ലപോലെ തലതോർത്തി കാണില്ല. അല്ലെങ്കിൽ അവന് ജലദോഷം വരില്ല. കുഞ്ഞിനെ കുറച്ചുകൂടി സൂക്ഷിക്കണം. എന്തു ഞാനിനി എന്ത് സൂക്ഷിക്കാനാ ചേട്ടാ? എന്റെ മോനെ പോലൊരു ഭാഗ്യദോഷി ഈ ലോകത്തുണ്ടോ ചേട്ടാ? എന്തു ഒരു കാര്യം നീ മറക്കരുത്. നീ ഇന്നൊരു അമ്മയാണ്. കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്ത് നീ ഇങ്ങനെ നേറിക്കൊണ്ടിരുന്നാൽ നിന്റെ മകനെ വളർത്താൻ നീയും ഉണ്ടായില്ലെന്ന് വരും. ഇല്ല ചേട്ടാ,
എന്റെ മോന് വേണ്ടി ഞാനെല്ലാം മറക്കാം. സാറ് നല്ല പണിയാണല്ലോ കാണിച്ചത്. എന്താ ലേഖേ? ചേച്ചിയും കുഞ്ഞിനെയും കാണാൻ ഞാനും കൂടെ വരുന്നെന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് എന്താ എന്നെ വിളിക്കാതെ പോകുന്നത്? അത് ഓ, എന്നെ കൂടെ കാറ് കയറ്റുന്ന ഇഷ്ടമല്ലായിരിക്കും. ഏയ്, അങ്ങനെയൊന്നുമില്ല. നീ പറഞ്ഞ കാര്യം ഞാൻ മറന്നുപോയി. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പോകുന്നത്. കേട്ടോ ചേച്ചി, കോളേജിൽ വെച്ച് വേണു സാറിന് എന്നോട് വർത്താനം പറയാൻ വലിയ പേടിയാ. അതിന്റെ വല്ല കാര്യമുണ്ടോ? ഹായ് പൊന്നു മോനെ, ഉറക്കമാണോടാ? ചേച്ചി, ഞാൻ ചേട്ടന്റെ മുമ്പിൽ ഒരു നിരാഹാര സത്യാഗ്രഹം തുടങ്ങാൻ പോവുകയാ. എന്തിനാ ലേഖേ? ചേച്ചിയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ടുവരാൻ. ഞാൻ ഇറങ്ങുന്നു. അത് പറ്റില്ല, എന്നെ ബസ് സ്റ്റോപ്പ് ഇട്ടിട്ട് പോയാ മതി. എനിക്കല്പം ജോലിയുണ്ട്. ഇത് കഴിഞ്ഞിട്ടുള്ള ജോലി മതി. ചേച്ചി, സാറിന് കാപ്പി കൊടുത്തോ? ഇല്ല. അപ്പം അപ്പുറത്തുണ്ടല്ലോ, ഞാൻ പോയി കാപ്പി ഇട്ടുകൊണ്ട് വരാം. ഇങ്ങനൊരു തെറിച്ച പെണ്ണ്. ലേഖ നല്ല സ്നേഹമുള്ളോളാ ചേട്ടാ. ചേട്ടന് ഉപദേശിക്കാൻ മാത്രം ഞാൻ വളർന്നിട്ടില്ല. പക്ഷെ സത്യം എന്താണെന്ന് ചേച്ചിയിൽ നിന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്. അവൾ പറയുന്നത് മുഴുവൻ കള്ളമാണ്. അല്ല ചേട്ടാ, ചേച്ചിയിൽ നിന്ന് തെറ്റാതെ എന്തെങ്കിലും ചേട്ടൻ ഇതുവരെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ കണ്ടയാൾ നേരിട്ട് വന്ന് എന്നോട് പറഞ്ഞതാണ്. ചേട്ടൻ ഇത് വിശ്വസിച്ചു. ആ ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ ചേച്ചി വീട്ടിൽ നിന്നും പറഞ്ഞയച്ചു. വേണുവുമായി അവൾക്ക് അടുപ്പമില്ലെന്നാണോ നീ പറയുന്നത്? ഒരു കാലത്ത് അവർ സ്നേഹത്തിലായിരുന്നു. പക്ഷെ വിവാഹത്തിന് ശേഷം ഒരു നല്ല ഭാര്യയായിട്ടേ ചേച്ചി കഴിഞ്ഞിട്ടുള്ളൂ. എനിക്ക് നേരിട്ടറിയാം ചേട്ടാ. എന്റെ അധ്യാപകനാണ്. നാട്ടുകാർ എന്തെല്ലാം അപവാദം പറഞ്ഞിട്ടും ആ നല്ല മനുഷ്യൻ ഒരു സഹോദരനെ പോലെ ഇന്നും ചേച്ചി സഹായിക്കാണ്. സഹോദരൻ അപകടത്തിൽ മരിച്ചു. അമ്മ ഭ്രാന്തിയായി. ആരും ആശ്രയമില്ലാതെ ഒരമ്മയും കുഞ്ഞും ആ വീട്ടിൽ കഴിയുന്നു. എനിക്കൊന്നേ പറയാനുള്ളൂ, ആ കുഞ്ഞ് ചേട്ടന്റെ കുഞ്ഞാണ്. അവന്റെ പേരിൽ ചേച്ചി ഇനിയും കണ്ണീര് കുടിപ്പിക്കില്ലേ ചേട്ടാ? എടീ പെങ്കൊച്ചുങ്ങളെ, വേഗം ഒന്ന് അടയ്ക്കു പോ. ഞങ്ങൾക്കൊന്ന് കുളിക്കണം. അലക്ക് കഴിഞ്ഞിട്ടേ പോകാൻ നോക്കൂ. എടോ, അവള് മാസം തികയുന്നതിന് മുമ്പ് ഉണ്ടായതാ. താനൊന്നും മിണ്ടാതിരി. എടീ കുഞ്ഞേ, നീ പ്രസവിച്ച ശേഷം നിന്റെ നാരി ഇതുവരെ വന്നില്ലേ? ഇല്ല. പേറ്റിനും ഒന്നും തന്നില്ലേ? ബന്ധം ഒഴിഞ്ഞെന്ന് കേട്ടല്ലോ, ശരിയാണോ? അമ്മാവാ, ബന്ധം ഒഴിഞ്ഞ വേണു അവളെ കല്യാണം കഴിക്കും. കൊച്ചവന്റേതാണെന്ന് ആ നാട്ടുകാർ പറയുന്നത്. ആ, അതുകൊണ്ടായിരിക്കുമല്ലോ വേണു കൊച്ചിന് ചോറ് കൊടുത്തത്. ചുമ്മാ കാണോ തള്ളക്ക് ഭ്രാന്ത് വന്നത്? എന്ത് വേണം? തൂത്തില്ലേ നീ എന്ത് ചെയ്യും? എന്താണ് ഇത്? ഇത് കണ്ടോ ചേച്ചി? നീ വാപ്പു. നീ എവിടെ പോയിട്ടിരുന്നു? കുഞ്ഞിന് മരുന്ന് വാങ്ങാൻ. അവന് ജലദോഷം കൂടിയോ? അതെ ചേട്ടാ, നല്ല പനിയുണ്ട്. കുഞ്ഞിനെ ഏതെങ്കിലും നല്ല ഡോക്ടറെ കാണിക്കണം. നീ വണ്ടി കയറ്. ഞാൻ വരില്ല. നാട് മുഴുവൻ നമ്മളെ പറ്റി അപവാദങ്ങൾ പറയുന്നു. എന്റെ കാര്യം പോട്ടെ, ചേട്ടനെ പറ്റി അപവാദങ്ങൾ പറയുന്നത് എനിക്ക് സഹിക്കില്ല. ചേട്ടൻ പോകൂ. അപവാദം പറയുന്നത് പറയട്ടെ. അതിനേക്കാൾ വലുതാണ് നിനക്ക് നിന്റെ കുഞ്ഞ്. കാറ് കയറ്. ഇന്ദു, ഞാൻ പറയുന്നത് അനുസരിക്കില്ലേ? വരൂ.
തറഞ്ഞു കിടക്കുന്ന മണ്ണ വെട്ടി ഇളക്കാൻ ഇത്തിരി പാടാ കൊച്ചമ്മേ. എന്ത് കൂലി വേണമെന്നാ താൻ പറയുന്നത്? 30 രൂപ തരണം. ഏതായാലും വേണു ഇങ്ങോട്ട് വരട്ടെ. ആ വേണു സാർ ഇതാ വരുന്നുണ്ട്. മീനാക്ഷമ്മയുടെ മോള് ഹിന്ദു അല്ലേ അവന്റെ കൂടെ കാറിലിരുന്നത്? നല്ല പനിയുണ്ടല്ലോ. അപ്പോ നീ ഇവിടെ തന്നെ കാണണം. ഞങ്ങൾ കുഞ്ഞിനെ ഡോക്ടറെ കാണിക്കാൻ പോവാ. ഒരെന്തു ഇതിനാണോടാ ഇത്രയും നിർദ്ദേശിച്ച് കാറ് വാങ്ങിച്ചത്? ഇവളെയും കുട്ടി എങ്ങോട്ടാ? ഈ കുഞ്ഞിന് സുഖമില്ല, ആശുപത്രിയിൽ കൊണ്ടുപോയാണ്. നാളല്ലടാ നിനക്ക്. വല്ലവന്റെ കുട്ടിയും ചുമന്നുകൊണ്ട് നടക്കുന്നു. ഇവളിന്ന് അന്യൊരുത്തന്റെ ഭാര്യയാണ്. എന്നിട്ട് അവളെ പൊക്കിക്കൊണ്ട് നടക്കുന്നു. എന്തെല്ലാം ആണ് നാട്ടുകാർ പറയുന്നത് നിനക്കറിയാമോ? കേട്ട് കേട്ട് ഞാൻ മടുത്തു. കുട്ടിയെ വിളിച്ചിട്ട് പാടാ. അമ്മ എന്താണ് ഈ പറയുന്നത്? ഒരു കുഞ്ഞിനെ ആശുപത്രിയിൽ കൊണ്ടുവന്ന കാര്യമാണ്. നീ എന്റെ കൂടെ വരുന്നുണ്ടോ? ഈ കുഞ്ഞിനെ ആശുപത്രിയിലാക്കിയിട്ടേ ഞാൻ വരികയുള്ളൂ. പിന്നെ നീ വീട്ടിലേക്ക് വരണോ? നീ കുഞ്ഞിനെ തരൂ ചേട്ടാ. എന്താ അപ്പു? ഇന്നലെ രാത്രി ചേച്ചി എന്നെ വിളിച്ചോളത്തെ തന്നതാ. രാവിലെ സാറിന്റെ കൈ കൊണ്ട് തരണമെന്ന് പറഞ്ഞു. എന്താ അപ്പു? അപ്പു പോവാ സാറേ. എങ്ങോട്ട്? എനിക്കറിയില്ല. എന്റെ ഇന്ദു ചേച്ചി പോയി. എനിക്കിനി ആരുമില്ല. നീ പോകരുത് അപ്പു. നീ കൂടി പോയാൽ ഭ്രാന്ത് പിടിച്ച് ആരും തുണയില്ലാത്ത അമ്മയെ ആര് നോക്കും? അമ്മയെ തനിയാക്കിയിട്ട് പോയാൽ സ്വർഗത്തിലിരിക്കുന്ന നിന്റെ ഇന്ദു ചേച്ചി അത് സഹിക്കുമോ? അപ്പു, നീ ആ കരച്ചിൽ കേട്ടോ? നിന്റെ ഇന്ദു ചേച്ചിയുടെ കുഞ്ഞിടാ കരയുന്നത്. അമ്മയില്ലാത്ത ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് നീ പോകുമോ? ഞാൻ എങ്ങും പോകില്ല സാറേ. എന്റെ ഇന്ദു ചേച്ചിയുടെ അമ്മയും
എന്റെ പേര് വേണു. മനസ്സിലായി. ഞങ്ങൾ പോകുന്നു. എന്റെ മകനെ ഞാൻ കൊണ്ടുപോവുകയാണ്. വേണുട്ട, ഈ കത്ത് കിട്ടുമ്പോഴേക്കും ഇന്ദു മരിച്ചിരിക്കും. കളങ്കമില്ലാത്ത ഒരു ബന്ധമായിരുന്നു നമ്മുടേത്. പക്ഷേ എന്റെ ഭർത്താവ് ധരിച്ചിരിക്കുന്നത് മറിച്ചാണ്. ലേഖ ചേട്ടനെ സ്നേഹിക്കുന്നു. അവളെ വിവാഹം കഴിക്കണം. നിങ്ങൾ എന്റെ കുഞ്ഞിനെ വളർത്തണം. എന്തും ഇവനെ വളർത്താൻ എനിക്കറിയാതെയില്ല. ഇഷ്ടപ്പെടുന്നത് എന്തും സ്വന്തമാക്കി നടന്നിരുന്ന എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയില്ല. ഇന്ദുവിന്റെ ആഗ്രഹം പോലെ എന്റെ മകനെ നിങ്ങൾ തന്നെ വളർത്തു. നിൽക്കൂ. ഇന്ദുവിന്റെ ഒരാഗ്രഹം കൂടി സാധിക്കാനുണ്ട്. ലേഖ, ഇവളെ കൂടി സ്വീകരിക്കൂ. എന്റെ അപേക്ഷയാണ് വേണു. ലേഖ, ഇന്ദുവിന്റെ ജീവനായിരുന്നു. ആ സ്നേഹം അതേ തൂക്കത്തിൽ പകർന്നു തരാൻ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല. ഒന്നും ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ലേഖയ്ക്ക് ഇഷ്ടം പോലെ ചെയ്യാം.